السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شرع لكم من الدين ما وصى به نوحا والذي أوحينا إليك وما وصينا به إبراهيم وموسى وعيسى أن أقيموا الدين ولا تتفرقوا فيه. كبر على المشركين ما تدعوهم إليه. الله يجتبي إليه من يشاء ويهدي إليه من ينيب. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. أصلي صلاة تملأ الأرض والسماء على من له أعلى العلا متبوأ. أقيم مقاما لم يقم فيه مرسل وأمست له حجب الجلال توطأ. إلى العرش والكرسي أحمد قد دنا فنورهما من نوره يتلألأ. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. واعلموا يا أمة سيدنا ومولانا محمد اللهم صل وسلم وبارك عليه. സർവാദരണീയരായ നമ്മുടെ ഈ മഹത്തായ റോസ് മുബാറക്കിലെ മൂന്നാം ദിന പരിപാടികൾ അനുഗ്രഹീതമായ ഈ സദസ്സിൽ നമുക്ക് ഒരുപാട് നസ്വിഹത്തുകളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്തു തന്ന ആദരണീയരായ പാണക്കാട് സയ്യിദ് അവർകൾ, മറ്റു ഉസ്താദുമാർ, പണ്ഡിതന്മാർ, മുത്തഅല്ലിമുകൾ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ ഈ പ്രദേശത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകളുടെ പേരിൽ നടത്തപ്പെടുന്ന ഉറൂസ് മുബാറക്കിലാണ് നമ്മളുള്ളത്. അവരുടെ ജീവിതകാലത്ത് പരിശുദ്ധ ദീൻ സജീവമാക്കുന്നതിൽ വലിയ പരിശ്രമവും അധ്വാനവും നടത്തിയതുപോലെ മരണാനന്തരവും അവർ കാരണമായി അല്ലാഹുവിൻ്റെ ദീൻ മറ്റുള്ളവർ പഠിക്കാനും പകർത്താനും കാരണമാകുന്ന നല്ല സദസ്സുകളും സംവിധാനങ്ങളും സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ പരിസരങ്ങളിലൊക്കെ മറപെട്ട് കിടക്കുന്ന മഹാരഥന്മാരിലൂടെ ഇപ്പോഴും ആളുകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം മഹാന്മാരായ സാദാത്തുക്കളിലൂടെയും ഉസ്താദുമാരിലൂടെയും പരിശുദ്ധ ദീനിന്റെ ഇൽമ്, അതിന്റെ പ്രചരണവും വ്യാപനവും യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ ദീനിന്റെ വഴികളും മുറകളുമൊക്കെ
പറഞ്ഞ് പഠിപ്പിക്കുന്ന, ബോധ്യപ്പെടുത്തുന്ന നല്ല നല്ല മജ്‌ലിസുകൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു എന്നതാണ്. വ്യത്യസ്ത വിഷയങ്ങളിൽ വലിയ വലിയ പണ്ഡിതന്മാരും ഉസ്താദുമാരും സാദാത്തുക്കളുമൊക്കെ ഒരാഴ്ചക്കാലം നമ്മുടെ ഈ പ്രദേശത്ത് സംബന്ധിക്കുമ്പോൾ അവരുടെ നസീഹത്തും ദുആഉം നമുക്ക് വലിയ മുതൽ കൂട്ടാനും അല്ലാഹു തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. മുസ്ലിങ്ങളായി ജീവിക്കുന്ന നാം നമ്മുടെ ഈ ജീവിതം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മോട് എല്ലാവരോടുമായി അള്ളാഹുവിന്റെ നിർദ്ദേശം, ലോകത്തുള്ള മുഴുവൻ അമ്പിയാക്കളിലൂടെയും ഓരോ സമൂഹങ്ങളോടും അല്ലാഹു തആല നൽകിയ ഒരു വസിയ്യത്ത് വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിലൂടെ അല്ലാഹു തആല നമ്മെ ബോധ്യപ്പെടുത്തി. അത് തഖ്വ കൊണ്ടുള്ള വസിയ്യത്താണ്. തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം, നമ്മുടെ ഈ ജീവിതത്തിന്റെ ലക്ഷ്യവും മർമ്മവും അതാണ്. തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം സാധ്യമാക്കി എടുക്കുന്നതിന് കഠിനാധ്വാനം നമ്മുടെ ഭാഗത്തു നിന്ന് തീർത്തും ഉണ്ടാകേണ്ടതുണ്ട്. മുത്തഖിയായ ഒരു മനുഷ്യന് ഏതുവിധം അള്ളാഹുവിനെയും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അനുസരിക്കുമോ ആ വിധത്തിലുള്ള അനുസരണം നമ്മിൽ നിന്നുണ്ടാകണം. അപ്പോഴേ നമ്മളെപ്പറ്റി മുത്തഖി എന്ന് പറയാനൊക്കെ. മുത്തഖീങ്ങൾക്ക് ഉണ്ടായിത്തീരുന്ന ഖൗഫ്, ഭക്തി നമ്മിൽ നിന്നുണ്ടായിത്തീരും. മുത്തഖീങ്ങൾക്ക് ഉണ്ടായിത്തീരുന്ന ശ്രേഷ്ഠമായ സ്വഭാവ മഹിമ നമ്മിൽ രൂഢമൂലമാകണം. മുത്തഖീങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന പാരത്രിക വിജയം എപ്പോഴും നമ്മുടെ മർമ്മ പ്രധാന വിഷയവും ലക്ഷ്യവുമാകണം. അതിനുവേണ്ടി രാവും പകലും നമ്മുടെ സമയങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തണം. നാം ഇവിടെ ജീവിതോപാധിക്ക് വേണ്ടി അധ്വാനിക്കുന്നതും പാരത്രിക മോക്ഷം ലഭിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. ഹലാലായ ഏത് തൊഴിലെടുക്കുന്നതും പരലോകത്ത് വിജയം കിട്ടുക എന്ന ലക്ഷ്യം ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ്. നമ്മുടെ ഒരു തൊഴിലും വിശുദ്ധമായ തഖ്വക്ക് എതിരാകരുത്. എല്ലാ സംഗതികളിലും ഒരു മനുഷ്യന് തഖ്വയുണ്ടോ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് തരുന്ന വിജയത്തിന്, ബറക്കത്തിന് കയ്യും കണക്കുണ്ടാകൂല. ഒരു നാട്ടിൽ ജീവിക്കുന്ന കുടുംബക്കാർ മുഴുവനും, നാട്ടിലുള്ള പ്രദേശത്തുള്ള ആളുകൾ, ചെറുപ്പക്കാരും വലിയവരും, പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ഒക്കെ യുവത്വത്തിന്റെ പ്രാരംഭ ദശയിലുള്ളവരൊക്കെ മുത്തഖീങ്ങളാണെങ്കിൽ ആ നാട്ടുകാർക്ക് അല്ലാഹു തആല നൽകുന്ന ബറക്കത്തിന് കയ്യും കണക്കുണ്ടാകൂല. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ, ഒരു നാട്ടുകാർ നല്ല ഈമാനും തഖ്വയും ഉള്ള ആളുകളായി തീർന്നാൽ, മുഅ്മിനീങ്ങളായി തീർന്നാൽ എന്നു മാത്രം അല്ല അല്ലാഹു പറഞ്ഞത്. ആമനൂ വത്തഖൗ, ഈമാനും തഖ്വയും ഉണ്ടായി കഴിഞ്ഞാൽ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർള്, ആ പ്രദേശവാസികൾക്ക് മേൽഭാഗത്തിനൊന്നും താഴ്ഭാഗത്തിനൊന്നും വലിയ ബറക്കത്തുകൾ നമ്മൾ തുറന്നു കൊടുക്കും. ഭൂമിയിൽ അവൾ ചെയ്യുന്ന ഏത് സംവിധാനങ്ങളിലും ബറക്കത്തുണ്ടാകും. കൃഷിയിൽ ബറക്കത്താണ്, ജോലിയിൽ ബറക്കത്താണ്, ബിസിനസിൽ ബറക്കത്താണ്, കുടുംബത്തിൽ ബറക്കത്താണ്, എല്ലാ സംഗതികളിലും ബറക്കത്താണ്. ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർള്, മേൽഭാഗത്തിൽ നിന്ന് നാം അവർക്ക് ബറക്കത്ത് തുറന്നു കൊടുക്കും. ആകാശത്തിൽ നിന്ന് എന്തെല്ലാം ബറക്കത്തുകൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തരാനുണ്ടോ അത് മുഴുവനും തുറന്നു തരാനുള്ള വലിയൊരു കാരണം ഈമാനും തഖ്വയുമാണ്. പക്ഷേ അല്ലാഹു തആല പറയുന്നു, ഇങ്ങനെ ഒരു നിർദ്ദേശം നാം നൽകിയെങ്കിലും വലാകിൻ കദ്ദബൂ ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, ഈമാനും തഖ്വയും സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതിന് പകരം ഉപദേശങ്ങളൊക്കെ തള്ളി ഓരോരുത്തർക്കും തോന്നുന്നത് പോലെ ഓരോരുത്തരും ജീവിക്കാൻ തുടങ്ങിയപ്പോ ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, ബറക്കത്ത് നൽകുന്നതിന് പകരം നാം അവരെ പിടികൂടുന്നു, ശിക്ഷിക്കുന്നു. ബിമാ കാനൂ യക്സിബൂൻ, അവരുടെ പ്രവർത്തനങ്ങൾ കാരണമായി നാം അവർക്ക് ശിക്ഷ കൊടുക്കുന്നു. മുത്തഖീങ്ങളായി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ, ആഖിറത്തിൽ മാത്രമല്ല
ദുനിയാവിലും വലിയ സന്തോഷമാണ്, ദുനിയാവിലും വലിയ രക്ഷയാണ്, ദുനിയാവിലും വലിയ ബറക്കത്താണ്. മഹാന്മാരായ ആളുകൾക്ക് അല്ലാഹു തആല നൽകിയ ബറക്കത്തിന്റെ ഏറ്റവും വലിയ കാരണം അവരുടെ തഖ്വയാണ്. തഖ്വല്ലില്ലാഹി മദാറു കുല്ലി സആദത്തിൻ വതിബാഉ അഖ്വാർ ശർരി ഹബായിലാ. അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുന്നത് മദാറു കുല്ലി സആദത്തിൻ, എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനമാണ്, അടിത്തറയാണ്. ദുനിയാവിൽ വിജയം വേണോ, മുത്തഖിയായി ജീവിക്കണം. ആഖിറത്തിൽ വിജയം വേണോ, മുത്തഖിയായി ജീവിക്കണം. മരിക്കുന്ന നേരത്ത് അന്തിമഘട്ടം വിജയിക്കണോ, മുത്തഖിയായി വിജയിക്കണം. തഖ്വക്ക് എതിരായി ജീവിക്കുന്ന മനുഷ്യൻ ആരാണ്? വതിബാഉ അഖ്വാർ ശർരി ഹബായിലാ. സ്വന്തം ഇച്ഛക്കനുസരിച്ച് പിന്തുടർന്ന് ജീവിക്കുന്നത് എല്ലാ വിഷമങ്ങളുടെയും എല്ലാ പ്രശ്നങ്ങളുടെയും എല്ലാ കെണിവലകളുടെയും പ്രധാനപ്പെട്ട കാരണം അതാണ്. ഏറ്റവും പ്രധാനമായി ശർറ് വരുന്നതിന്റെ കാരണം ഇത്തിബാഉൽ ഹവാ, തടീച്ചക്കനുസരിച്ച് മനുഷ്യൻ പിന്തുടരുന്നതാണ്. അവന്റെ ഇച്ഛ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഇച്ഛക്കനുസരിച്ച് ഒരു മനുഷ്യൻ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ സുബ്ഹാന ജല്ല ജലാലുഹു, അവൻ ദുനിയാവിൽ തോറ്റുപോകും, ആഖിറത്തിലോ അമ്പേ പരാജയപ്പെട്ടു പോകും. മുത്തഖീങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ബഹുമാനം പാരത്രിക ലോകത്ത് കാണുന്ന സമയത്ത് മുത്തഖീങ്ങൾക്ക് അല്ലാഹു നൽകുന്ന സ്ഥാനം പരലോകത്ത് തഖ്വയില്ലാത്തവർ കാണുമ്പോ ഏറ്റവും അധികം അവർ കൊതിക്കുന്നത്, ഞങ്ങൾ മുത്തഖീങ്ങളായി ജീവിച്ചില്ലല്ലോ, സമയം ലഭിച്ചിരുന്നു, അവസരങ്ങൾ കിട്ടിയിരുന്നു, അതിനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടായിരുന്നു, പക്ഷേ ഉപദേശങ്ങൾ കിട്ടാഞ്ഞിട്ടല്ല. ഉപദേശങ്ങളെക്കാളും പ്രാമുഖ്യം നൽകിയത് സ്വന്തം ഇച്ഛ പറയുന്നതിനാണ്. എന്താണോ തടീച്ച പറയുന്നത് അതിനനുകൂലമായി പ്രവർത്തനം മുന്നോട്ട് നീങ്ങിയപ്പോൾ എല്ലാ രംഗത്തും പരാജയം സംഭവിച്ചുപോയി. എല്ലാ രംഗത്തും ഞങ്ങൾക്ക് കിട്ടുന്നത് ചുരുങ്ങിപ്പോയി. അതേ സമയത്ത് സഹോദരങ്ങളെ, തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ആളുകൾക്ക് ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും അവർക്ക് രക്ഷയാണ്. പരലോകത്ത് അല്ലാഹു തആല സർവ്വ സുഖങ്ങളും ഒരുക്കിയിരിക്കുന്നത് വൽ ആഖിറതു ഇൻദ റബ്ബിക ലിൽ മുത്തഖീൻ. പരലോക സുഖം, പരലോക സൗകര്യം മുഴുവനും റബ്ബ് സംവിധാനിച്ചിരിക്കുന്നത് മുത്തഖീങ്ങൾക്ക് മാത്രമാണ്. മുത്തഖീങ്ങൾക്കല്ലേ പരലോകത്തുള്ള വലിയ സുഖലോക സ്വർഗം അല്ലാഹു സംവിധാനിച്ചിരിക്കുന്നത്. ഇവിടെ എത്ര ക്ഷീണം സഹിക്കുന്നതും അവർ പ്രശ്നമാക്കാത്തത് പാരത്രിക വിജയം മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഇവിടെ എത്ര പരീക്ഷണം വന്നിട്ടും അതുകൊണ്ട് അവർ തോൽക്കാത്തത്, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ആശമുറിയാത്തത്, പടച്ച റബ്ബിന് അനുസരണം കുറക്കാത്തത്, അല്ലാഹു തആല ആഖിറത്തിൽ കണക്കാക്കി വെച്ചിരിക്കുന്ന വിജയം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ്. മുഅ്മിനീങ്ങളെ, തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ആളുകൾക്ക് പാപമോചനം അല്ലാഹു ഓഫർ ചെയ്യുന്നുണ്ട്. വലിയ പ്രതിഫലം അല്ലാഹു തആല വാഗ്ദത്തം ചെയ്യുന്നുണ്ട്. ദുനിയാവിൽ പ്രശ്നപരിഹാരം അല്ലാഹു തആല ഓഫർ ചെയ്യുന്നുണ്ട്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ. ആര് അല്ലാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കുന്നുവോ, അല്ലാഹുവിന്റെ കൽപ്പനകൾ ശിരസാവഹിച്ച്, അല്ലാഹുവിന്റെ കൽപ്പനകൾ എന്ന് പറയുമ്പോൾ വിട്ടുപോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പനകളും അതിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് ദീന് പകർന്നു തന്ന സ്വഹാബിമാരുടെ ആജ്ഞകളും അതിൽപ്പെട്ടതാണ്. അതേ, അവരിൽ നിന്ന് ദീൻ പഠിച്ചിട്ട് താബിഉകളും തബഉ താബിഉകളും അഇമ്മത്തുകളും പഠിപ്പിക്കുന്ന ആജ്ഞകള് അവര് സുന്നത്തും ഫർളുമായി നമുക്ക് മനസ്സിലാക്കി വ്യക്തമാക്കി തന്നത്, അത് മുഴുവനും അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നതാണ് തഖ്വ. അതാണ് യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ അനുസരിക്കുക എന്ന് പറയുന്നത്. ആ തരത്തിൽ അല്ലാഹുവിന്റെ ആജ്ഞകൾ അനുസരിച്ച് അല്ലാഹു തആല വിലക്കിയത് കൈയൊഴിച്ച് മുന്നോട്ട് പോകുന്നവർ, അല്ലാഹു വിലക്കിയത് എന്ന് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കേർപ്പെടുത്തിയതും അതിന്റെ ഭാഗമാണ്. അതേ പരിശുദ്ധ ഖുർആൻ അത് രണ്ടും ഒന്നുകൂടി തുറന്ന് വ്യക്തമാക്കി നമ്മോട് പറഞ്ഞു. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹൂ വത്തഖുല്ലാഹ്. അല്ലാഹുവിനെ നിങ്ങൾ തഖ്വ ചെയ്യുമ്പോ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സ്വീകരിക്കാൻ പറഞ്ഞത് നിങ്ങൾ സ്വീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അനുവദിച്ചു നൽകിയത് നിങ്ങൾ സ്വീകരിച്ചോളണം. വമാ നഹാകും അൻഹു ഫന്തഹു, അവിടുന്ന് പാടില്ല, അവിടുന്ന് പറ്റില്ല, അവിടുന്ന് സാധ്യമല്ല, നിരോധിക്കപ്പെട്ട കാര്യമാണ് എന്ന് അവിടുന്ന് പറഞ്ഞ് വിലക്കേർപ്പെടുത്തിയത് ഫന്തഹു, അതിൽ നിന്ന് വിട്ടു നിൽക്കണം. ആ വിട്ടു നിൽക്കുന്നതും ആ സ്വീകരിക്കുന്നതും വത്തഖുല്ലാഹ്, അത് രണ്ടും തഖ്വയുടെ പ്രധാനപ്പെട്ട മാർഗമാണ്, മാധ്യമമാണ്. അങ്ങനെ അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ യജ്അൽ ലഹു മഖ്റജാ, ഏത് വിഷയത്തിനും അല്ലാഹു അവന് പരിഹാരം നൽകും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവിചാരിത മാർഗത്തിലൂടെ അല്ലാഹു തആല അവന് നൽകും. എന്താണ് അവന് വേണ്ടത്? സമ്പത്ത് വേണോ? സമ്പത്ത് നൽകും. ഭക്ഷണം വേണോ? ഭക്ഷണം നൽകും. സുഖം വേണോ? സുഖം നൽകും. അല്ല ഏതെങ്കിലും വിഷയത്തെ പറ്റിയുള്ള റിസൾട്ട് ആണോ വേണ്ടത്? അത് നൽകും. പക്ഷേ സഹോദരങ്ങളെ, അതിന് അല്ലാഹു തആല ആദ്യം പറഞ്ഞത് അള്ളാഹുവിന് തഖ്വ ചെയ്ത് ജീവിച്ചാൽ അങ്ങനെ അല്ലാഹു തആല നൽകും. നിങ്ങൾ കേട്ടിട്ടില്ലേ, ബഹുമാനപ്പെട്ട അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു താബിഉകളിൽ വലിയ മഹത്വം ഉള്ള മഹാനാണ്. താബിഉകളിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്തുള്ളവർ അൽ മുഖറമീൻ എന്ന് പറയും അറബിയിൽ അവർക്ക്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് അവരുണ്ട്, പക്ഷേ തങ്ങളെ കാണാൻ അവർക്ക് സാധിച്ചിട്ടില്ല, അവസരം ലഭിച്ചിട്ടില്ല. അത്തരത്തിലുള്ള താബിഉകളാണ്. താബിഉകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സ്ഥാനമുള്ള മഹാന്മാർ ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു അതിൽപ്പെട്ട ഒരു മഹാനാണ്. അതേപോലെ തന്നെ അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു ആ കൂട്ടത്തിൽപ്പെട്ട ഒരു മഹാനാണ്. അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു താമസിച്ചിരുന്നത് യമനിൽ തന്നെയാണ്. മഹാനവർകൾ താമസിക്കുന്ന കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലുണ്ട്. പക്ഷേ തങ്ങളെ കാണാൻ പലവരും ശ്രമിച്ചിട്ടുണ്ട്, അവസരം ഒത്തു കിട്ടിയിട്ടില്ല, നടന്നിട്ടില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ ഉടനെ യമനിൽ പൊട്ടിപ്പുറപ്പെട്ട കള്ളപ്രവാചകനാണ് അസ്വദുൽ അൻസി. അസ്വദുൽ അൻസി കള്ളപ്രവാചകനായി രംഗപ്രവേശനം ചെയ്ത് ആളുകളെ തന്റെ മാർഗത്തിലേക്ക് ആകർഷിക്കാൻ തുടങ്ങി. കൂടുന്ന പല ആളുകൾക്കും സാമ്പത്തികമായി ചില നേട്ടങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അസ്വദുൽ അൻസി അങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോ അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു അവിടെയുള്ള ഈമാനുള്ള മുഅ്മിനീങ്ങളോട് പറയുന്നു, ജനങ്ങളെ, അസ്വദുൽ അൻസിന്റെ വലയിൽ വീണുപോകരുത്. ഇന്നഹു കദ്ദാബ്, അവൻ പെരും കള്ളനാണ്, കളവ് ധാരാളം പറയാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ അവനെ പറ്റി പറയാവൂ. താന് അള്ളാഹുവിന്റെ റസൂലാന്ന് പറയുമ്പോ അതിനെതിരായി പറയുന്ന ഒരാള് ജനങ്ങളെ അങ്ങനെ ഒരു പക്ഷം ചേർത്ത് വളർത്തുന്നുണ്ട് എന്ന് വിവരം കിട്ടിയപ്പോ അസ്വദുൽ അൻസി അവന്റെ കഴിവ് ഉപയോഗപ്പെടുത്തി അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹുവിനെയും തന്റെ കൂടെയുള്ള ആളുകളെയും അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടു. അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹുവിനെയും തന്റെ കൂടെയുള്ള ആളുകളെയും അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടു. മഹാനവറുകളെയും കൂടെയുള്ളവരെയും തടവറയിലാക്കി. അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹുവിനെ തടവറയിലാക്കിയ ശേഷം അസ്വദുൽ അൻസി അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, അതശ്ഹദു അന്നി റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന് നീ സാക്ഷ്യപ്പെടുത്തുമോ എന്ന് ചോദിച്ചു. അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ നാവ് കൊണ്ട് നിന്നെ പറ്റി നിന്റെ പേരിനോട് ചേർത്തിട്ടോ അല്ലെങ്കിൽ നീ അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു വാചകമോ ഒരിക്കലും ഞാൻ പറയൂല. ഞാൻ പറയും ഒരു വാക്ക്, അശ്ഹദു അന്നക മലിക്കുൻ കദ്ദാബ്, ഞാൻ അങ്ങനെ പറയാം. നീ ധാരാളം കളവ് പറയാൻ കഴിവുള്ള ഒരു രാജാവാണ് എന്ന് പറയാം. അത് പറയാൻ പറ്റും നിന്നെ പറ്റി. അത്രല്ല, പിന്നെ എന്ത് കഴിവാ നിനക്കുള്ളത്? നീ കുറച്ച് ഭരിക്കാൻ കഴിവുള്ള ഒരാളാണ്, സമ്പത്തും കുറച്ച് ആളുകളൊക്കെ നിന്റെ പിന്നാലുണ്ട്, അതോടൊപ്പം നല്ല കള്ളം പറഞ്ഞ് ശീലമുള്ള ആളുമാണ്. അവിടെ നിന്നെ പറ്റി അങ്ങനെ പറയുന്നു. അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹുവിനോട് അസ്വദുൽ അൻസി പറഞ്ഞു, നിന്നെ ഞാൻ ശിക്ഷിക്കാൻ പോകുകയാണ്. ശിക്ഷിക്കാനല്ലേ പോകുന്നത്? അതെ, എന്നെ നീ ശിക്ഷിച്ചാലും നീ അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് പറഞ്ഞു കിട്ടാനല്ലേ നീ എന്നെ ശിക്ഷിക്കുന്നത്. സംഗതി നടക്കൂല. നീ എന്നെ എത്ര ശിക്ഷിച്ചാലും എന്റെ റൂഹ് പിരിയുന്ന സമയം വരെ ഒരിക്കലും നിന്റെ പേരിനോട് ചേർത്തിട്ട് അള്ളാഹുവിന്റെ റസൂലാണ് എന്നറിയിക്കുന്ന ഒരു വാക്കുപോലും എന്റെ നാവ് കൊണ്ട് ഞാൻ മൊഴിയൂല. അതൊരിക്കലും നീ ആഗ്രഹിക്കേണ്ട, നടക്കൂല. ശിക്ഷിക്കാൻ നിന്റെ കൈവനുസരിച്ച് പല ശിക്ഷയും നിനക്ക് ഉത്തരവിടാം. ഒരു പക്ഷേ നീ പറയുന്നത് കേട്ടിട്ട് ആളുകളൊക്കെ ശിക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരും. ആ ശിക്ഷ നടപ്പിലാക്കാൻ നിനക്ക് കഴിവുണ്ടായി, ഞാൻ ആ ശിക്ഷക്ക് പിന്നെ അർഹനായിട്ട് ആ ശിക്ഷയിൽ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു. അങ്ങനെ എത്ര വേദന അനുഭവിച്ചാലും എത്ര വിഷമങ്ങൾ അനുഭവിച്ചാലും മാറ്റി പറയുന്ന ഒന്നല്ല ഈ ഈമാൻ. അത് അടിയുറച്ച ഈമാനാ സഹോദരങ്ങളെ.
പരീക്ഷണങ്ങളിൽ പതറിപ്പോകാത്ത ഈമാനില്ലേ, അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. എത്ര പരീക്ഷണം വന്നാലും ഈമാനിൽ നിന്ന് പതനം വരാൻ പാടില്ല. ഈമാനിന് ലവലേശം കുറവ് സംഭവിക്കാൻ പാടില്ല. മഹത്തുക്കളുടെ ഈമാനൊക്കെ അങ്ങനെയല്ലേ? എത്രമാത്രം വലിയ സൗന്ദര്യമാണ് ആ ഈമാൻ. എത്ര പരീക്ഷണം വന്നാലും അവർ ഈമാനിൽ കുറവില്ല. ലോകത്തെ ഏറ്റവും വലിയ ഈമാനുള്ള ആൾക്കാരാരാ? അമ്പിയാക്കളാണ്. അമ്പിയാക്കളിൽ ഒരു നബിയെ നമുക്ക് ഉദാഹരണമായി എടുക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല നിഅമൽ അബ്ദു, നല്ല വ്യക്തിത്വം, നല്ല അടിമ എന്ന് ഖുർആനിലൂടെ പുകഴ്ത്തി പറഞ്ഞൊരു മഹാനാണ് നബിയുല്ലാഹി അയ്യൂബ് അലൈഹിസ്സലാം. അയ്യൂബ് അലൈഹിസ്സലാമിന് അല്ലാഹു തആല പരീക്ഷണങ്ങൾ നൽകി. ആ പരീക്ഷണങ്ങളൊക്കെ മഹാനവറുകൾ എത്ര സന്തോഷപൂർവ്വം സ്വീകരിച്ചു. ഞാൻ നിങ്ങളെ പരീക്ഷിച്ച് വിഷമത്തിലാക്കിയോ ബുദ്ധിമുട്ടാക്കിയോ എന്ന് ചോദിച്ചപ്പോ അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ മറുപടി എന്താണെന്നറിയോ? മഹാനവറുകൾ പറഞ്ഞു, ഇല്ല റബ്ബേ, ഒരിക്കലും ഇല്ല. 2 അനുഗ്രഹങ്ങൾ എനിക്ക് നീ ബാക്കി തരുന്ന കാലത്തോളം നീ എന്നെ പരീക്ഷിച്ചു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിന്നെ ഓർക്കാനുള്ള കൽബിനൊരു കുറവും നീ തന്നിട്ടില്ലല്ലോ. നിന്നെ പറ്റി ചിന്തിക്കാനുള്ള കൽബ്, അതിന്റെ തനതാർന്ന ശൈലിയിൽ നീ എനിക്ക് ബാക്കിയാക്കി തന്നില്ലേ. ആ കൽബിന് മാറ്റമൊന്നും വരുത്തിയില്ലല്ലോ അല്ലാ. നിന്നെ ഓർക്കാൻ ഞാൻ ഉദ്ദേശിക്കുമ്പോ എന്റെ കൽബിന് നല്ല കഴിവാണ്. നിന്നെ പറ്റി പറയാനുള്ള നാവും എനിക്ക് നീ ബാക്കി തന്നല്ലോ. ഈ 2 അവയവങ്ങളും എന്റെ ശരീരത്തിൽ നീ ബാക്കി തന്നില്ലേ. അതിനൊരു കുറവും തന്നിട്ടില്ലല്ലോ അല്ലാ. അതുകൊണ്ട് നീ തന്ന ഏത് പരീക്ഷണങ്ങളും എനിക്കൊരു പരീക്ഷണമായിട്ടോ ഒരു വിഷമമായിട്ടോ ഒരു ബുദ്ധിമുട്ടായിട്ടോ തോന്നിയിട്ടില്ല. പരീക്ഷണങ്ങൾ പടിപടിയായി വന്നപ്പോ മഹാനവറുകളുടെ കുടുംബം മഹാനവറുകളെ വിട്ടുപോയി, സഹവാസികൾ വിട്ടുപോയി, അയൽവാസികൾ വിട്ടുപോയി. ഏകതണിയായ ഭാര്യ മാത്രമല്ലേ കൂടെ നിന്നതുള്ളൂ. റഹ്മത്ത് ബിൻത് അഫ്റാസീം എന്ന് പേരുള്ള ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പേരക്കുട്ടിയായ റഹ്മത്ത് ബീവി റളിയല്ലാഹു അൻഹാ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ ഏത് പരീക്ഷണങ്ങളിലും ഭർത്താവിനെ സന്തോഷിപ്പിച്ച്, ഭർത്താവിന് ഖിദ്മത്ത് ചെയ്ത്, ഒത്താശകൾ ചെയ്ത്, ഭർത്താവിനോടൊപ്പം സഹകരിച്ച് നല്ല മനസ്സോടെ സ്നേഹത്തോടെ അങ്ങ് കൂടിക്കഴിഞ്ഞു. ഇന്ന് അങ്ങനത്തെ സഹവസിക്കുന്ന ഒരു ഇണയെ കിട്ടാന്ന് പറഞ്ഞാൽ അത് വലിയ അത്ഭുതമായിട്ട് പലരും കണക്കൂട്ടും. കാരണം അല്ലാഹു തആല ഒരു മനുഷ്യന് ഒരു ജോലി, ചിലപ്പോഴൊക്കെ ഒരു ജോലി നല്ല സ്ഥിരത കൊടുക്കും, ചിലപ്പോൾ ആ ജോലിയിൽ നിന്ന് മാറ്റം കൊടുക്കും. ഒരു ജോലിയിൽ നിന്ന് മാറ്റം കൊടുത്ത് ഇച്ചിരി വേതനം കുറഞ്ഞ ഒരു ജോലിയിലേക്കാണ് ഒരാൾ അല്ലാഹു തആല പ്രവേശിപ്പിച്ചത്. അപ്പൊ ഇണ പറഞ്ഞു, നിങ്ങൾ താഴോട്ടാണ് പോകുന്നത്, എനിക്ക് നിങ്ങളെ കൂടെ പൊറപ്പിക്കാൻ കഴിയില്ല, ഞാൻ പോവാണ്. സുബ്ഹാനല്ലാഹ്. പെണ്ണ് പോയി. പെണ്ണയാളെ ഒഴിവാക്കി പോകാൻ അയാൾക്ക് ചെലവ് കൊടുക്കാത്തില്ല, ഭക്ഷണം കൊടുക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് ശമ്പളം കുറഞ്ഞ ജോലിയിലേക്ക് ഒന്നും മാറ്റി, നേരത്തെ 10-35 റുപ്യ ഉള്ളത് കുറച്ചിങ്ങോട്ട് മാറിയിട്ട് ഒരു 20-18 ഇങ്ങോട്ട് വന്നപ്പോ അവൾക്കത് സഹിച്ചില്ല. അവൾ പോകാന്നും പറഞ്ഞു. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ നല്ല ക്ഷമയോടെ, പേരുപോലെ റഹ്മത്ത് ബീവി എന്നല്ലേ പേര്, എന്തൊരു സ്നേഹമാണ്, എന്തൊരു സഹകരണമാണ്. ആ ബീവി ആവശ്യപ്പെട്ടത് കൊണ്ടാണ് മഹാനവറുകൾ അള്ളാഹുവിനോട് ചെറിയ പ്രാർത്ഥന നടത്തിയത്. റബ്ബി അന്നി മസ്സനി അൽദുർറു വഅൻത അർഹമുർ റഹീമീൻ. റഹ്മത്ത് ബീവി പറഞ്ഞു, നിങ്ങൾക്ക് അല്ലാഹു തആലയോട് ചോദിച്ചാൽ, നിങ്ങൾ ചെറിയൊരു ചോദ്യം ചോദിച്ചാൽ തന്നെ അല്ലാഹു തആല തരേണ്ട മൊത്തം തരും. കാരണം നിങ്ങൾക്ക് ഏത് പരീക്ഷണ അവസ്ഥ വന്നിട്ടും ഒരു പരീക്ഷണമായിട്ട് ഇതുവരെ നിങ്ങളെ കൽബിൽ തോന്നിയിട്ടില്ല. കൂടെ ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു, സമ്പത്തൊക്കെ പോയി, ഒരു വിഷമം ഉണ്ടായിട്ടില്ല. നിലവിളിച്ചിട്ടൊന്നുമില്ല, കരഞ്ഞിട്ടൊന്നുമില്ല, ഉറക്കം തകരാറായിട്ടൊന്നുമില്ല, ഇബാദത്ത് മുടങ്ങിയിട്ടൊന്നുമില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അല്ലാഹു തആല തന്നു. പോകേണ്ട സമയം അത് പോയി. ഇനി വേറെ സമയത്ത് വരും, സ്വീകരിക്കും ചെയ്യും. റബ്ബി അന്നി മസ്സനി അൽദുർ, പടച്ചോനെ ചെറിയൊരു വിഷമം എനിക്ക് അനുഭവിച്ചു, അൻത അർഹമുർ റഹീമീൻ എന്ന് മഹാനവറുകൾ ഒന്ന് പറഞ്ഞപ്പോഴേക്ക് ഫസ്തജബ്നാ ലഹു വവഹബ്നാ ലഹു അഖ്ലഹു വമിസ്ലഹും മഅഹും റഹ്മത്തൻ മിൻ ഇൻദിനാ. നേരത്തെ കൊടുത്തതിനേക്കാൾ അധികം അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. നേരത്തെ കൊടുത്തതിനേക്കാൾ അധികം ഇരട്ടിയായി നമ്മൾ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് ദാനം ചെയ്തു. നല്ല ഭംഗിയുള്ള ശരീരം കൊടുത്തു. ഒരു ചെറിയ കറ പോലും, ഒരു പാട് പോലും, ഒരു അടയാളം പോലും ബാക്കിയാകാതെ നല്ല സൗന്ദര്യമുള്ള ശരീരം. അയ്യൂബ് നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞു, ഉർകുൽ ബിരിജ്ലിക് ഹദാ മുക്തസലും ബാരിദും ബശറാബ്. കാലുകൊണ്ട് ഭൂമിയിൽ ഒന്ന് ചവിട്ടിയേക്കണം. ചവിട്ടുമ്പോൾ അവിടെ നീരുറവ പൊട്ടിയൊഴുകും. ആ വെള്ളം എടുത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ ഒഴിക്കണം. അങ്ങനെ ഒഴിക്കുമ്പോൾ നല്ല ഭംഗിയാർന്ന ശരീരം വരും.
നല്ല സൗന്ദര്യമുള്ള ചർമ്മം വരും, ആരോഗ്യപരമായിട്ട് നല്ല മുൻതൂക്കമുള്ള ശരീരം വരും, നല്ല അഴകുള്ള ഭംഗിയുള്ള ശരീരം അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല കൊടുത്തു. മഹാനവറുകളുടെ ക്ഷമയുടെയും സഹനത്തിന്റെയും തഖ്വയുടെയും തൽഫലമായിട്ടാണ്. സഹോദരങ്ങളെ, പരീക്ഷണമായി തോന്നിയില്ല എന്ന് പറയാൻ കാരണമായത് നിന്നെ ഓർക്കുന്ന കൽബും നിന്നെ പറയുന്ന നാവും രണ്ടെണ്ണം നീ എനിക്ക് ബാക്കി തരുന്ന കാലത്തോളം എന്നെ നീ പരീക്ഷിച്ചു എന്ന് ഞാൻ ഒരിക്കലും ഒരാളോടും പറയൂല. എനിക്ക് അങ്ങനെ ഒരു വിഷയം തോന്നിയിട്ടേ ഇല്ല. എല്ലാം അല്ലാഹു തആല സജീവമാക്കി മഹാനവർ കൊടുത്തു. കുടുംബക്കാരൊക്കെ മടങ്ങി വന്നവർ അത്ഭുതപ്പെട്ടാ മടങ്ങി വന്ന കുടുംബക്കാരൊക്കെ, അയൽവാസികളൊക്കെ മടങ്ങി വന്നു. വല്ലാത്തൊരു അജബന്നെ അവർക്ക്. അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, എന്ത് വിഷമം വന്നാലും അതിന് പരിഹാരം തരുന്നവൻ അല്ലാഹു തആലയാണ്. ഏത് അനുഗ്രഹം നമുക്ക് തരുന്നതും അതും അല്ലാഹു തആലയാണ്. അല്ലാഹു തആല അറിയാതെ, അല്ലാഹു തആല നൽകാതെ ഒരാൾക്കും ഇവിടെ ഒരു നിയമത്തില്ല. അത് ശരിക്ക് ഉൾക്കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പരീക്ഷണം അനുഭവിക്കാൻ തയ്യാറാകുന്ന ബഹുമാനപ്പെട്ട അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ എന്നെ എത്ര പരീക്ഷിച്ചാലും പരിശോധിച്ചാലും നീ അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് ഒരു ഘട്ടത്തിൽ പോലും ഞാൻ പറയൂല. അസ്വദുൽ അൻസി പറഞ്ഞു, ജനങ്ങളോട്, ജനങ്ങളെ വലിയ അഗ്നികുണ്ഡം തയ്യാറാക്കണം. ആളുകൾ വിറക് കെട്ടുകൾ കൊണ്ടുവന്ന് ഇടാൻ തുടങ്ങി, വലിയ തീക്കുണ്ടാരം. സുബ്ഹാനല്ലാഹ്, അത് മുഴുവനും കത്തിച്ച് വലിയ ചൂടുള്ള രൂപത്തിൽ ആളിക്കത്തുന്ന വലിയ അഗ്നിയിലേക്ക് അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ അഴിച്ച് മഹാനവറുകളുടെ ഊരയുടെ ഭാഗത്ത് മുട്ടിന്റെ വരെ ഭാഗമുള്ള ഒരു വസ്ത്രം മാത്രം ബാക്കിയുണ്ട്. ശരീരത്തിന്റെ ഭാഗങ്ങൾ മുഴുവനും നല്ല കയർ കൊണ്ട് ഒന്ന് ഭദ്രമാക്കി കെട്ടി പിരിഞ്ഞ് റെഡിയായ ശേഷം ദൂരത്ത് നിന്ന് ആ തീയിന്റെ ഉള്ളിലേക്ക്, ഒത്ത നടുവിലേക്ക് മഹാനവറുകളെ വലിച്ചെറിയുന്നു. കൂടെയുള്ള ആളുകളെയും തീയിലേക്ക് ഇട്ട് ശിക്ഷിക്കുന്നു. അതേ തീ എങ്ങനെ ആളിക്കത്തുകയാണ്. അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു ആളിക്കത്തുന്ന തീ കുറച്ചങ്ങ് ശമിച്ചപ്പോ അസ്വദുൽ അൻസി എന്ന് പറയുന്ന കള്ളപ്രവാചകൻ അവൻ പറഞ്ഞു, ഒന്ന് പോയി നോക്കണം, എന്തുണ്ട് ആളെ സ്വഭാവം, എങ്ങനെയുണ്ട് എന്ന് പോയി നോക്കണം. അബൂ മുസ്ലിമുൽ ഖൗലാനിയെ നോക്കാൻ വേണ്ടി അവന്റെ ആളുകൾ വന്നു നോക്കുമ്പോ തീന്റെ ഒത്ത നടുവിൽ നിന്നിട്ട് നല്ല മേച്ചത്ത നല്ല റെഡിയായ ഒരു സ്ഥലം നോക്കുകയാണ്. എന്തിന്? അള്ളാഹുവിന് ഒന്ന് നിസ്കരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം, ആ തീന്റെ ഉള്ളിൽ വെച്ച് ഒന്ന് സുജൂദ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം, ഒത്ത സ്ഥലം മഹാനവറുകൾ ഒന്നിങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പല ഭാഗത്തും തീ ആളിക്കത്തുമ്പോൾ അതാണ് സംഭവിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, തീയിലേക്ക് അങ്ങ് വലിച്ചെറിയുന്ന സമയത്ത് സഹോദരന്മാരെ, അവരെ മനസ്സിന് വല്ല മാറ്റവും ഉണ്ടെന്ന് കരുതുന്നുണ്ടോ? ഇല്ല. കണ്ടില്ലേ, ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ എത്രയോ കിലോമീറ്റർ അപ്പുറത്തേക്ക് പറന്നുയരുന്ന പറവകൾ പോലും ആ തീയിന്റെ പുകച്ചുരുളുകൾ ഉയർന്നിട്ടുള്ള ചൂട് കൊണ്ട് അതിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കിരണങ്ങൾ കാരണം ചത്തി വീഴുന്നു. കിലോമീറ്റർ മുകളിൽ പറക്കുന്ന പക്ഷികൾ പോലും അത്രയും വലിയ അഗ്നി തയ്യാറാക്കിയ നമ്രൂദ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീയിലേക്ക് എറിഞ്ഞ ഉടനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മുന്നിൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, നിങ്ങളിലേക്ക് എനിക്കൊരു ആവശ്യവും ഇല്ല. അമ്മാ ഇലൈക ഫലാ ഹാജത ലീ, നിങ്ങൾ എന്നെ സഹായിക്കണ്ട, നിങ്ങളൊരു ആവശ്യവും എനിക്കില്ല. സഹായിക്കാൻ വേണ്ടി അള്ളാഹു എന്നെ പറഞ്ഞയച്ച മലക്കാണ് ഞാൻ. എന്നാ ഇബ്രാഹിം നബിയോട് പറഞ്ഞു, അള്ളാഹുവിനോട് നിങ്ങൾക്ക് വല്ലതും ചോദിക്കാനില്ലേ? ചോദിച്ചോളൂ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, മാരിഫത്തുഹു ഹാലി യുഗ്നീനി അൻ സുആലി. അല്ലാഹു തആലക്കറിയില്ലേ ഞാനിപ്പോ തീന്റെ ഉള്ളിലാണ്, പടച്ച റബ്ബിന്റെ കാരണം കൊണ്ടാണ് എന്നെ അങ്ങോട്ട് വലിച്ചെറിഞ്ഞതൊക്കെ അല്ലാഹു തആലക്കറിയില്ലേ. എന്തിനു ചോദിക്കണോ? ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പടച്ച റബ്ബിന് എന്റെ അവസ്ഥകളൊക്കെ അറിയാലോ, ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ദിക്ർ അങ്ങനെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ഒരാൾ ചോദിച്ചു, പിൽക്കാലത്ത് ദുനിയാവിൽ ഏറ്റവും നല്ല സന്തോഷം ഉണ്ടായ സമയം എപ്പോഴാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ആ തീന്റെ ഉള്ളിൽ താമസിച്ച ഒരു 50 ദിവസമല്ലേ, അത്ര വലിയ സന്തോഷം ഉണ്ടായ ഒരു സമയം അതിന്റെ മുമ്പുണ്ടായിട്ടില്ല, ശേഷം ഉണ്ടായിട്ടില്ല. തീന്റെ ഉള്ളിൽ കഴിഞ്ഞുകൂടി ഒരു 50 ദിവസമല്ലേ, അത്ര വലിയ സന്തോഷമുള്ള ദിവസം അതിന്റെ മുമ്പുമില്ല, ശേഷമില്ല. നല്ല പാനീയം, സ്വർഗത്തിൽ നിന്ന് ഡയറക്റ്റ് ആയി വരുന്ന നല്ല പാനീയം. സുബ്ഹാനല്ലാഹ്, പിന്നെ അത്ര വലിയ സന്തോഷം വേറെ ഉണ്ടാകോ? നേരം പോക്കിന് വർത്തമാനം പറയാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് അല്ലാഹു തആല ടൈം പാസ് നൽകാൻ, സന്തോഷത്തോടെ വർത്തമാനം പറഞ്ഞിരിക്കാൻ ഒരു മലക്കിനെ അല്ലാഹു തആല പറഞ്ഞു. പിന്നെ അത്ര വലിയ സന്തോഷം വേറെ ഉണ്ടാവും. തീ ഇങ്ങനെ പതുക്കെ ഒരു ഭാഗത്ത് കെട്ടപ്പോ മലയുടെ മുകളിൽ കയറി നിന്നിട്ട് നമ്രൂദ് ഇങ്ങനെ നോക്കിയിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ഒരു വിളി വിളിച്ചു. ഇബ്രാഹിമേ എന്നൊരു വിളി വിളിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിളിക്ക് ഉത്തരം നൽകി. എന്തേന്ന് വെച്ചു? എങ്ങനെയുണ്ടെന്ന് വെച്ചു.
ഭൂമിയിൽ നേരത്തെ ഉള്ളതിനേക്കാളും വലിയ സുഖത്തിലാന്ന് പറഞ്ഞു, വലിയ സന്തോഷത്തിലാന്ന് പറഞ്ഞു. അപ്പൊ ഒരു ചെറിയ നിഴലിങ്ങനെ കാണുന്നുണ്ട്. ഒരു രൂപം ഇങ്ങനെ കണ്ടിട്ട് നമ്രൂദ് ചോദിച്ചു, നിങ്ങളെ അടുത്താരോ ഒരാൾ ഇരിക്കും പോലെ തോന്നുന്നുണ്ടല്ലോ, ഒരു രൂപം കാണുന്നുണ്ടല്ലോ ദൂരത്തുനിന്ന് നോക്കിയിട്ട്. അതെ ഉണ്ട്, അത് എനിക്ക് ടൈം പാസിന് വേണ്ടി, നേരം പോക്കിന് വേണ്ടി, ദിക്റൊക്കെ ഇങ്ങനെ കുറെ ചൊല്ലിയിരിക്കുമ്പോൾ ഒരു നല്ല വർത്തമാനമൊക്കെ പറയണ്ടേ, അതിനു വേണ്ടി അല്ലാഹു തആല നേരം പോക്കിന് ഒരു മലക്കിനെ പറഞ്ഞു. എങ്ങനെ വരാൻ കഴിയും? ഓ, വരാൻ സുന്ദരമായിട്ട് കഴിയും, ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല, സുന്ദരമായിട്ട് വരാൻ കഴിയും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം 50 ദിവസം അവിടെ താമസിച്ച് ആ തീയിൽ നിന്ന് പുറത്തിറങ്ങി വന്നപ്പോ നമ്രൂദും അവന്റെ അനുയായികളും അവർ തോറ്റുപോയി. അവരെ തീയിനും കത്താനുള്ള ശക്തിയും പവറും കൊടുക്കുന്നത് അല്ലാഹു തആലയല്ലേ. ആ തീയിന് ജ്വാലകൾക്ക് വല്ല കുറവുമുണ്ടോ? ആ തീ കൊണ്ട് സഹോദരങ്ങളെ ചുറ്റുഭാഗത്തും കെട്ടുകണക്കിന് വെച്ചിരുന്ന വിറകുകൾ മുഴുവനും കത്തി ചാമ്പലായിട്ടില്ലേ? ഉണ്ട്. പക്ഷേ തീയിനോട് അല്ലാഹുവിന്റെ കൽപ്പന, കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹീം, നിന്നെക്കാളും വലിയ മഹത്വം നീയും എന്റെ സൃഷ്ടിയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും എന്റെ സൃഷ്ടിയാണ്. എന്റെ സൃഷ്ടിയായ വലിയ മഹത്വം ഞാൻ നൽകിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ് നിന്നിലേക്ക് വരുന്നത്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നീ പാകപ്പെടണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നല്ല ജീവിക്കാൻ, അവിടെ താമസിക്കാൻ പറ്റുന്ന പരിതസ്ഥിതിയിലാകണം. കൂടുതൽ തണുപ്പായാൽ കുറച്ചുകൂടി കഴിയുമ്പോൾ ഒരു വിഷമം വരും, കൂടുതൽ ചൂടായാൽ അതും ഒരു പ്രയാസമാണ്. ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിന് ഒത്ത രീതിയിലുള്ള തണുപ്പും പാകത്തെ ചൂടും നൽകിയിട്ട് നീ പാകമാകണം. നമ്രൂദിന് ഇതുകൊണ്ട് പരാജയപ്പെട്ടു, അവന്റെ എല്ലാ ശക്തിയും ക്ഷയിച്ചുപോയി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ അവൻ തോറ്റുപോയി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ശക്തിയാർന്ന ഈമാനും അതേ ജ്വലിക്കുന്ന ശരീരവും കണ്ടപ്പോ ആദ്യം തന്നെ പിന്നീട് വിശ്വസിച്ചത് നമ്രൂദിന്റെ മകളാണ്. നമ്രൂദിന്റെ മകള് പറഞ്ഞു, ബാപ്പാ നിങ്ങൾ തോറ്റു, നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല. ഞാനും വിശ്വസിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശമില്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾക്കൊരു കഴിവുമില്ല, നിങ്ങൾക്കൊരു ഉലൂഹിയത്തുമില്ല, ഒരു റുബൂബിയത്തുമില്ല, ഒരു തമ്പുരാന്റെ കഴിവുമില്ല, ഒരു ആരാധനയുടെ കഴിവും നിങ്ങൾക്കില്ല. ആ ഒരു തീന്റെ അടുത്തേക്കൊന്ന് അടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ ബാപ്പാ? ഒന്ന് തീന്റെ മേലെ ഒന്ന് കൈവക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? 50 ദിവസമല്ലേ അതിന്റെ ഒത്ത നടുവിൽ താമസിച്ച് തിരിച്ചു പോരുമ്പോ നിങ്ങൾ കെട്ടിക്കൂട്ടിയ കയറുകൾ എവിടെ? തെറ്റുവില്ലെവിടെ? ഇബ്ലീസ് കാണിച്ചു തന്ന തെറ്റുവില്ലേ? ആ തെറ്റുവില്ലെവിടെ ബാപ്പാ? തെറ്റുവില്ലല്ലേ നിങ്ങൾ എറിഞ്ഞത്? അത് കത്തിക്കരിഞ്ഞു പോയില്ലേ? കയറും കത്തിക്കരിഞ്ഞു പോയില്ലേ? പക്ഷേ ആ പുണ്യമേറിയ ശരീരം അതിനൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കൊണ്ട് അവരൊരു ചതി ഉദ്ദേശിച്ചു. നമ്മൾ അവരെ തകർച്ചയിലാക്കി, നമ്മൾ അവരെ പരാജിതരാക്കി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മോചനം കൊടുത്തു. അതേ രൂപത്തിൽ അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന് ശുക്ർ ചെയ്യാൻ വേണ്ടി സുജൂദിന് സ്ഥലം അന്വേഷിക്കുമ്പോ അസ്വദുൽ അൻസിയുടെ ദൂതൻ വന്നിട്ട് പറഞ്ഞു, രാജാവേ, ഇപ്പൊ കുറച്ച് ആളുകൾ നിങ്ങളെ കൂടെ ഉണ്ട്. അബൂ മുസ്ലിമുൽ ഖൗലാനിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ആളുകളെങ്ങാനും കണ്ടാൽ ഒരൊറ്റ കുട്ടി നിങ്ങളെ കൂടെ ഉണ്ടാകൂല. അതുകൊണ്ട് പെട്ടെന്ന് തീയിൽ നിന്ന് ഇങ്ങോട്ട് മോചിപ്പിച്ച് അവരെയും കൂട്ടരെയും കൊണ്ടുവരാൻ നല്ലത്. എന്തേന്ന് വെച്ചു, തീന്റെ ഒത്ത നടുവില് നിസ്കരിക്കാൻ വേണ്ടിയുള്ള ഏർപ്പാട് നോക്കുകയാണ്. കത്തിക്കരിഞ്ഞിട്ടില്ലേ? കത്തിക്കരിഞ്ഞിട്ടൊന്നുമില്ല. തീന്റെ ഒത്ത നടുവില് നിസ്കരിക്കാനും അല്ലാഹു തആലക്ക് ശുക്ർ ചെയ്യാനുള്ള അവസ്ഥ, അതിനു വേണ്ടിയുള്ള പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആളെ മോചിപ്പിച്ചു കൊണ്ടിരുന്നു. തീ ഒരു ഭാഗത്ത് കെടുത്തി അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടരെയും വീണ്ടും അസ്വദുൽ അൻസിയുടെ മുന്നിലെത്തിച്ചു. ചോദിച്ചു, അതശ്ഹദു അന്നീ റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുമോ? നേരത്തെ ഉള്ളതിനേക്കാളും 1000 മടങ്ങ് നല്ല ഊർജ്ജസ്വലതയോടെ ഞാൻ പറയും, അശ്ഹദു അന്നക മലികുൻ കദ്ദാബ്, പെരുങ്കളവ് പറയുന്ന ഒരു രാജാവ് മാത്രമാണ് നീ. നീ കെട്ടിയ ചരടെവിടെ? നീ കെട്ടിയ കയറെവിടെ? നീ എന്റെ ശരീരത്തിൽ ബന്ധിപ്പിച്ചുന്ന പാശങ്ങളൊക്കെ എവിടെ? അത് മുഴുവനും അസ്തമിച്ചു പോയില്ലേ? കരിഞ്ഞു പോയില്ലേ? എന്റെ ശരീരത്തിന് വല്ലതും ചെയ്യാൻ, എന്റെ രോമങ്ങൾ നിനക്ക് കരിക്കാൻ, എന്റെ നഖം കരിക്കാൻ നിനക്ക് പറ്റിയോ? നിന്നെ കൊണ്ട് ഒന്നും സാധിക്കുകയില്ല. ഇനി അബൂ മുസ്ലിമിനെയും കൂട്ടരെയും ഇവിടെ നിർത്തിയാൽ തനിക്ക് അപകടമാണെന്ന് മനസ്സിലാക്കിയപ്പോ പറഞ്ഞു, നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോകണം. നാട്ടിൽ നിന്ന് വേണമെങ്കിൽ ഞങ്ങൾ പോയിക്കോളാം, പക്ഷേ നിന്റെ വാദം അംഗീകരിക്കാൻ അത് കഴിയൂല. നീ അള്ളാഹുവിന്റെ റസൂലാണെന്ന് പറയാനോ അതിനൊക്കൂല. നാട്ടിൽ നിന്ന് പോയാൽ വേറെ നാട്ടിൽ താമസിക്കണം, അത്രയല്ലേ ഉള്ളൂ. നാട്ടിൽ നിന്ന് പോയിക്കോളാം, അത് കുഴപ്പമൊന്നുമില്ല. നാട്ടിൽ നിന്ന് പോകാൻ പറഞ്ഞു. നാട്ടിൽ നിന്ന് മഹാനവർകൾ പോയി. യമനിൽ നിന്ന്
പോകാൻ ആഗ്രഹിച്ചപ്പോ നേരെ മനസ്സിൽ ആദ്യം വന്നത് മദീന മുനവ്വറയാണ്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് ധീരോദാത്തമായി പറഞ്ഞ് പരീക്ഷണ മുഖങ്ങളിൽ തകരാതെ, ഒരു പരീക്ഷണങ്ങളിലും തോൽക്കാതെ ആ ഷഹാദത്തിന്റെ മധുരം ഉറപ്പിച്ചപ്പോ എനിക്ക് മദീനയിൽ ഒന്നെത്തണം. ഹയാത്ത് കാലത്ത് മുത്തുനബി തങ്ങളെ കാണാനൊത്തില്ലല്ലോ, അവിടെ ഒന്ന് സിയാറത്ത് ചെയ്യണം. നേരെ മദീനയിലേക്ക് നീങ്ങി. ഇമാം നവവി റളിയല്ലാഹു അൻഹു ഈ സംഭവം വിശദീകരിക്കുന്നത് കാണാം. മദീനയിലെത്തിയപ്പോ സിയാറത്ത് കഴിഞ്ഞ ഉടനെ തന്നെ അതാ ളുഹ്ർ നിസ്കാരത്തിന് വാങ്ക് വിളിച്ചു. സ്വഹാബിമാർ ഓരോരുത്തരായി പള്ളിയിലേക്ക് അതിനു മുമ്പ് തന്നെ വന്നു തുടങ്ങുന്നു. അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു പള്ളിയുടെ ഉള്ളിൽ കയറി ഒരു തൂണ് മറയാക്കി പിന്നിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരുന്നു. ആ തൂണിന്റെ പിറകിൽ നിസ്കരിക്കുന്ന ആളുടെ സവിധത്തിൽ അവിടെ നിന്നുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഒരു നോട്ടം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അത്തഹിയ്യാത്ത് കഴിഞ്ഞ് സലാം വീട്ടുന്നത് വരെ ഒരേ നോട്ടം നോക്കി നിൽക്കുന്നു. സലാം വീട്ടി കഴിഞ്ഞ ഉടനെ ചോദിക്കുന്നു, അന്ത അബൂ മുസ്ലിം, നിങ്ങളാണോ അബൂ മുസ്ലിമുൽ ഖൗലാനി? നോട്ടം നോക്കുമ്പോഴേക്ക് തന്നെ കാര്യം തിരിയുമോ? തിരിയും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ പറ്റി പറഞ്ഞ മഹത്വങ്ങളിൽ അങ്ങനെ ഒരു വേറിട്ട മഹത്വം ഉണ്ടല്ലോ. അതെ, കുറെ ഇന്നഹു കാന ഫീമൻ കാന ഫീമൻ ഖബലകും മിമ്മൻ മല്ലാ, നേരത്തെ കഴിഞ്ഞുപോയ സമുദായങ്ങളിൽ ഉണ്ട് മുഹദ്ദസൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ഇൽഹാം നൽകിയ കുറെ മഹാന്മാർ നേരത്തെ കഴിഞ്ഞ സമുദായങ്ങളിലുണ്ട്. ഫഇയകു ഫീ ഉമ്മത്തി അഹദും മിൻഹും ഫഇന്നഹു ഉമറു, എന്റെ ഉമ്മത്തിലും അങ്ങനെ ഒരാളെ നിങ്ങൾക്ക് കാണണമെങ്കിൽ അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. പ്രത്യേക ബഹുമാനം എന്ന നിലക്ക് പ്രത്യേക അറിവും പ്രത്യേക കഴിവും അല്ലാഹു തആല ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. നേരത്തെ അബൂ മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെ കണ്ടിട്ടില്ല. ഒരേ ഒരു നോട്ടം നോക്കിയിട്ട് ചോദിക്കുന്നു, അന്ത അബൂ മുസ്ലിം, നിങ്ങളാണോ അബൂ മുസ്ലിമുൽ ഖൗലാനി? അതെ, ഞാനാണ് അബൂ മുസ്ലിമുൽ ഖൗലാനി എന്ന് പറഞ്ഞപ്പോ മഹാനവർകൾ ആലിംഗനം ചെയ്യുന്നു, മുസാഫഹത്ത് ചെയ്യുന്നു, കൈപിടിച്ച് നേരെ കൊണ്ടുപോകുന്നു ഒന്നാമത്തെ സുഫിലേക്ക്. ഒന്നാമത്തെ സുഫിൽ ഇരിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് പറയുന്നു, ഇതാരാ ആള് എന്നറിയുമോ? ഹാദാ അബ്ദുല്ലാഹി ഇബ്നു സൗബ്. ഒറിജിനൽ പേര് അങ്ങനെയാണ്, അബ്ദുല്ലാഹി ഇബ്നു സൗബ് എന്ന് പേരുള്ള അബൂ മുസ്ലിമുൽ ഖൗലാനിയെ കേട്ടിട്ടില്ലേ? കഴിഞ്ഞ ദിവസം അസ്വദുൽ അൻസി തീയിലേക്ക് വലിച്ചെറിഞ്ഞു എന്നൊരാളെ കേട്ടിട്ടില്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് മഹാനവറുകൾ കൈപിടിക്കുന്നു, മുസാഫഹത്ത് ചെയ്യുന്നു, ആലിംഗനം ചെയ്യുന്നു. അതെ, എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങളെ മുന്നിൽ വെച്ച് പറയുന്നു, അൽഹംദുലില്ലാഹില്ലദീ അറാനി മിൻ ഹാദിഹിൽ ഉമ്മത്തി മൻ ഫുഇല ബിഹി കമാ ഫുഇല ബി ഇബ്രാഹീം അലൈഹിസ്സലാം. മുൻഗാമികളിൽ ഇബ്രാഹിം നബിയെ കൊണ്ട് ചെയ്യപ്പെട്ടതുപോലെ ഈ ഉമ്മത്തിൽ അങ്ങനെ ഒരു പരീക്ഷണം അനുഭവിച്ച ആളെ എനിക്ക് കാണിച്ചു തന്ന അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയും. ജനങ്ങൾക്ക് മുന്നിൽ മഹാനവർകളെ പരിചയപ്പെടുത്തുന്നു. അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു ഇത്രയും നല്ല ഈമാനിന്റെയും തഖ്വയുടെയും കരുത്താർന്ന മഹാനാണ്. അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു ഒരു ദിവസം വീട്ടിലെത്തിയപ്പോ തന്റെ ഭാര്യ പറഞ്ഞു, ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാനൊന്നുമില്ല, നിങ്ങൾ എന്തെങ്കിലും പൊടി വാങ്ങിക്കൊണ്ടുവരണം, പത്തിരിപ്പൊടി. 2 ദിർഹം അതിനു വേണ്ടി കൊടുക്കുകയാണ്. 2 ദിർഹമുമായിട്ട് മഹാനവർകൾ അങ്ങാടിയിലേക്ക് പോകുന്നു. അങ്ങാടിയിലെത്തിയിട്ട് ഒരു ഭാഗത്ത് നിൽക്കുമ്പോ അതാ പല ഭാഗത്തും ജനങ്ങളെ മുന്നിൽ യാചിച്ച് നടക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു നിൽക്കുന്ന ഭാഗത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നു, 2 ദിർഹം തരുമോ? മഹാനവർകൾ ചിന്തിക്കുന്നു, പടച്ചോനെ, നീ പറഞ്ഞത് ഇങ്ങനെ ആരെങ്കിലും ഒക്കെ വന്നാൽ കൊടുക്കാതെ മടക്കരുത് എന്നാണ്. അമ്മ സായില ഫലാ തൻഹർന്നല്ലേ, അർഹതപ്പെട്ട ആളുകൾ യാചിച്ചു വന്നാൽ, യാചനക്ക് അർഹതയുള്ള ആളുകൾ വന്നാൽ അവരാട്ടി ഓടിക്കാൻ പാടില്ല, അവരട്ടി ഓടിക്കാൻ പാടില്ല, കൊടുക്കണം. അത് മുത്തഖീങ്ങൾക്കുള്ള ഒരു നിർദ്ദേശമാണ്. എല്ലാവരും അങ്ങനെ യാചനക്ക് പോകണമെന്നല്ല. യാചിക്കാൻ ചില ആളുകൾക്ക് വിശുദ്ധ ഇസ്ലാം അനുവാദം നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ യാചിക്കാൻ വന്നാൽ അവരെ വിരട്ടാൻ പാടില്ല, ആട്ടി ഓടിക്കാൻ പാടില്ല. നമ്മളെ കൊണ്ട് കഴിയുന്നത് അവർക്ക് സഹായം കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ നല്ല ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് നബി എന്തെങ്കിലുമൊക്കെ തരണം എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ നല്ല ആരോഗ്യമുള്ള ആളാണല്ലോ, നിങ്ങൾക്ക് ജോലിയെടുത്ത് സമ്പാദിച്ച് ജീവിക്കാനൊക്കെ കഴിവില്ലേ? നബി, എന്ത് ജോലിയാണ് ഞാൻ എടുക്കേണ്ടത്? നിങ്ങളെ വീട്ടില് വിറ്റാൽ കാശ് കിട്ടുന്ന എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടാകുമെന്ന് വെച്ചു. ഞാൻ പോയി നോക്കി വരാന്നോ. ഞാൻ പോയി നോക്കി കൊണ്ടുവരുന്നു. ചെറുപ്പക്കാരൻ വീട്ടിൽ പോയി നോക്കുമ്പോ ഒരു കരിമ്പടം, കമ്പിളി. കമ്പിളി എന്ന് പറഞ്ഞാൽ അറിയോ? അത് വേറെ അറിയില്ലേ? അതന്നെ കമ്പിളി. അത് കൊണ്ടുവന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിൽ കൊടുത്തു.
തങ്ങൾ അതിങ്ങനെ സദസ്സിലേക്ക് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് ചോദിച്ചു, ഇതിനാരാ ഒരു വില തരാന്ന് ചോദിച്ചു. അപ്പൊ ഒരു സഹാബി പറഞ്ഞു, ദിർഹമുൻ, ഒരു ദിർഹം തരാന്ന് പറഞ്ഞു. തങ്ങൾ ചോദിച്ചു, മൈ യസീദു, ആരാ അധികം തരാ? അതാണല്ലോ ലേലം, ആരാ അധികം തരാന്ന് വെച്ചു. അപ്പൊ വേറെ സഹാബി പറഞ്ഞു, ദിർഹമൈൻ, 2 ദിർഹം തരാന്ന് പറഞ്ഞു. 2 ദിർഹമിന് ഉറപ്പിച്ച് ആ പുതപ്പ് കൊടുത്ത് 2 ദിർഹം വാങ്ങി. ആ സ്വഹാബിയോട് പറഞ്ഞു, നിങ്ങൾ മദീന സൂക്കിൽ പോയി നല്ല ഒരു മഴു വാങ്ങിക്കൊണ്ടുവരും. മഴു എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അതും അറിയില്ല. ഇനി ഇവിടെ എന്താ പേര് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അങ്ങനെയാണ് പറയുന്നത്. മഴു വാങ്ങിക്കൊണ്ടുവരും. നല്ല മരം വെട്ടാനൊക്കെ പറ്റുന്ന മടുവില്ലേ, മഴു വാങ്ങിക്കൊണ്ടുവന്നപ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മഴു പിടിക്കാനുള്ള അതിന്റെ പിടി, അതിന്റെ തായ്, അത് തങ്ങൾ ഇങ്ങനെ ചെത്തി കൂർപ്പിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അത് ശരി, അതൊക്കെ ഉണ്ടാക്കാൻ പഠിക്കണം. സുന്നത്താണ് വെറും സുന്നത്തസ്കാരം മാത്രമല്ല, അതൊക്കെ സുന്നത്തന്നെ. തങ്ങളിങ്ങനെ ഒരു മരം എടുത്ത് അതിന്റെ ലെവല് റെഡി ആക്കിയിട്ട് അതിങ്ങനെ കൂർപ്പിച്ച് അതിന്റെ മേൽഭാഗം തായ്ഭാഗം റെഡിയാക്കി. ഇവിടെ അതിനെന്താ പറയാ? ഞങ്ങളുടെ നാട്ടിലൊക്കെ തായ് എന്ന് പറയും. എന്താ പറയാ? അത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആ മഴ ഇങ്ങോട്ട് വാങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിറ്റ് ചെയ്ത് റെഡി ആയിക്കോട്ടെ. കാണണ്ടാക്കാൻ അറിയാം. പഠിക്കണം, ചിന്നത്താണ് അതൊക്കെ ഉണ്ടാക്കണം. എല്ലാം പീടിയെന്ന് കാശ് കൊടുത്ത് വാങ്ങിയിട്ടാണ് ഒരു സാധനത്തിനും വില ഇല്ലാത്ത. ഉണ്ടാക്കുമ്പോൾ നല്ല വില ഉണ്ടാവും. അപ്പൊ അതിങ്ങനെ റെഡിയാക്കി ജോയിന്റ് ആക്കിയിട്ട് ആ സഹാബിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, 2-3 ദിവസം ഇവിടെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞു. കാട്ടിൽ പോകണം. കാട്ടിൽ പോയിട്ട് നല്ല മരം വെട്ടിയിട്ട് കെട്ടുകെട്ടാക്കി വിറകുണ്ടാക്കിയിട്ട് അങ്ങാടിയിൽ കൊണ്ടുവന്ന് വിൽപ്പന നടത്തിയിട്ട് നല്ല നിലക്ക് ജീവിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം ആ മഴയേറ്റ് പോയി, കാട്ടിൽ പോയി കെട്ടുകെട്ടാക്കി വിറക് വെട്ടി റെഡിയാക്കി മദീന മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിറ്റ് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കൊട്ട കാരക്കയേറ്റ് വരുന്നുണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്തിലേക്ക്. നല്ല സന്തോഷത്തോടു കൂടി. എന്തേന്ന് വെച്ചു, നബിയെ, എന്റെ വീട്ടിലേക്ക് ആവശ്യ വസ്തുക്കളും എനിക്ക് അത്യാവശ്യത്തിനുള്ള ഉപകരണങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങി, കാശ് കുറച്ചുകൂടി ബാക്കി കണ്ടപ്പോൾ ഒരു കൊട്ട കാരക്കയും വാങ്ങിയിട്ട് അങ്ങോട്ട് വന്നതാണ്. അൽഹംദുലില്ലാ, റാഹത്തായി. അപ്പൊ തങ്ങൾ പറഞ്ഞു, നിങ്ങളെ ഒരു മടു വാങ്ങാൻ വിട്ട് നല്ല ഒരു ജോലിക്ക് ഞാൻ പ്രേരിപ്പിച്ചു വിട്ടത്, ഇന്നൽ മസ്അലത ലാ തഹില്ലു ഇല്ലാ ലി ഇഹ്ദാ സലാസ. 3 സബബുകൾ, 3 കാര്യങ്ങൾ ഉള്ളവർക്കല്ലാതെ, 3-ൽ1 വിഷയം ഉള്ളവർക്കല്ലാതെ യാചന അനുവദനീയമല്ല. 3-ൽ ഏതെങ്കിലും ഒരു സബബ് ഉണ്ടെങ്കിൽ യാചിക്കാം. 1, ലദീ ദൈനിൻ മുഗ്റമിൻ, വിട്ടുമാറാത്ത രീതിയിലുള്ള കടബാധ്യതയുള്ള മനുഷ്യൻ. അയാളെ പോരേം പറമ്പും തടി അടക്കം വിറ്റാലും കടം കൂടില്ല. അത്രയും കുടുങ്ങിപ്പോയതാണ്. കടത്തിൽ വാരി കുടുങ്ങിപ്പോയി. അത്രയും ഓവർ കടമുണ്ട്. അപ്പൊ അത് വീട്ടാൻ വേണ്ടി അദ്ദേഹത്തിന് ബന്ധപ്പെട്ട ആളുകളോടൊക്കെ പറഞ്ഞ് ബാക്കിയുള്ളവർക്ക് അയാൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് സഹായിച്ച് വീട്ടണം. ചിലർ അങ്ങനെ ഉണ്ടാകുമല്ലോ, നല്ല ലക്ഷ്യം വെച്ച് തുടങ്ങിയതാണ്, പക്ഷേ ആകെ കുടുങ്ങി ആകെ തൊലഞ്ഞുപോയി. അങ്ങനെ ഉണ്ടാകും. എല്ലാവരും ഒരുപോലെ ആകൂലല്ലോ. അങ്ങനെ അധികരിച്ച കടബാധ്യതയുള്ള ആൾ. ഔ മറളിൻ മുഫന്നിദിൻ, സുബ്ഹാനല്ലാഹ്, എത്ര ചികിത്സിച്ചിട്ടും മാറാത്ത രീതിയിൽ വല്ലാത്ത ഒരു രോഗം പിടിപെട്ടിരിക്കുന്നു. ആ രോഗത്തിന്റെ കാരണങ്ങളെ കൊണ്ട് ലക്ഷങ്ങൾ ഇങ്ങനെ ചെലവായി. സമ്പത്തിന്റെ പകുതി 3/4 ഭാഗവും കൊടുത്തു തീർത്തു. ഇനി ജീവിക്കാൻ എന്തെങ്കിലും മക്കൾക്കോ മറ്റോ മിച്ചമുള്ള കുറച്ചല്ലാതെ മറ്റൊന്നുമില്ല. രോഗമാണെങ്കിലോ വിട്ടുമാറിയിട്ടില്ല. അങ്ങനെ കുടുങ്ങിക്കടിയുന്ന രോഗികളില്ലേ, അവർക്ക് യാചന നടത്താം. അങ്ങനെ ആളുകൾ വന്നാൽ എന്തെങ്കിലും കൊടുക്കണം. അല്ലെങ്കിലോ ഇരുത്തിക്കളയുന്ന രീതിയിലുള്ള ദാരിദ്ര്യം, വല്ലാത്ത ദാരിദ്ര്യമാണ്. ഭാര്യയും മക്കളും കുടുംബമൊക്കെ ഉണ്ട്, പക്ഷേ വിട്ടുമാറാത്ത തരത്തിലുള്ള ദാരിദ്ര്യമാണ്. ദാരിദ്ര്യം കൊണ്ട് ആളാകെ കുഴങ്ങിയിട്ടുണ്ട്. ആ മനുഷ്യനും യാചന നടത്താൻ പറ്റും. എന്തെങ്കിലുമൊക്കെ അവർക്കും സഹായം കൊടുക്കണം. ഇങ്ങനെയുള്ള 3-ൽ1 കാരണങ്ങൾക്ക് വേണ്ടിയല്ലാതെ മസ്അല യാചന ഹലാലാവുകയില്ല എന്ന് തങ്ങൾ ആ സമയത്ത് പറഞ്ഞു. ഇരിക്കട്ടെ, ആ കൂട്ടത്തിൽ അർഹതയുള്ള ഒരാളാണ് വന്ന് ചോദിക്കുന്നത്, 2 ദിർഹം തരുമോ? അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നു, പടച്ചോനെ, ഈ 2 ദിർഹം എന്റേതല്ല, 2 ദിർഹം എന്റെ ഭാര്യന്റേതാണ്. എന്തെങ്കിലും ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കാൻ പൊടി വാങ്ങി കൊണ്ടുവരാനാ പറഞ്ഞത്. ഇങ്ങനെ ഒരാൾ വന്ന് ചോദിക്കുന്നു, ഞാൻ എന്ത് ചെയ്യും? അല്ലാ, ചോദിക്കുന്ന ആളെ തട്ടിവിടാൻ പറ്റൂലല്ലോ. നിന്റെ അഭ്യർത്ഥനയല്ലേ, നീ കൽപ്പിച്ച കാര്യമല്ലേ. അർഹതയുള്ള യാചകന്മാര് വരുമ്പോ ആട്ടി ഓടിക്കരുത്, നിരുത്സാഹപ്പെടുത്തരുത്. ഇനി അഥവാ സഹോദരങ്ങളെ, നിങ്ങളെ കയ്യിൽ ഒന്നും കൊടുക്കാനില്ലാത്തൊരു നേരമാണ് എന്ന് കരുതിക്കോ. എന്നാ നല്ല ദുആ ചെയ്ത് നല്ല സന്തോഷമുള്ള വാക്ക് പറഞ്ഞ് ആ മനുഷ്യനെ മടക്കി വിടണം. ആ മനുഷ്യന് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതിനേക്കാളും മനസ്സിനൊരു കുളിരാ വാക്ക് കൊണ്ട് ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഫഇല്ലം യജിദ് ഫബികലിമത്തിൻ ത്വയ്യിബാ,
ഒന്നും കൊടുക്കാൻ കയ്യിലില്ലാത്തവൻ നല്ല വർത്തമാനം പറഞ്ഞുകൊണ്ട് ആളെ മടക്കി വിടണം. നിരാശപ്പെടുത്തി മനസ്സിന് ബുദ്ധിമുട്ടാക്കുന്ന തരത്തിലുള്ള വാക്ക് പ്രയോഗങ്ങളൊന്നും നടത്തിയേക്കരുത്. അഥവാ അവരെ മനസ്സിൽ വന്നൊരു വിഷമം കാരണം കോടിക്കണക്കിന് ആസ്തിയുള്ള ആളാണെങ്കിലും മണിക്കൂറുകളെ കൊണ്ട് അല്ലാഹു തആലാക്ക് നിന്നെ ഫഖീറാക്കാൻ കഴിയും. റബ്ബിനതൊരു പ്രയാസമില്ല. അങ്ങനെയും പലരും ലോകത്ത് ആയിട്ടുണ്ട്. ഇരിക്കട്ടെ, അമ്മ സായില ഫലാ തൻഹർ എന്നല്ലേ അല്ലാഹുവിന്റെ കൽപ്പന. ഞാനത് മാനിക്കേണ്ട ആളാണല്ലോ എന്നാണ് അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നത്. പക്ഷേ പൊടി വാങ്ങാൻ തന്ന കാശല്ലേ, എന്ത് ചെയ്യും? മഹാനവറുകളെ ചോദിക്കുന്ന സ്ഥലത്ത് നിന്ന് വേറെ ആരെങ്കിലും ഒക്കെ കൊടുത്ത് സഹായിക്കട്ടെ എന്ന് കരുതിയിട്ട് മറ്റൊരു ഭാഗത്തേക്ക് മാറി നിന്ന് നോക്കി. വേറെ ഭാഗത്തേക്ക് മാറി നിന്നപ്പോ ഈ ചോദ്യകർത്താവ് നേരെ അങ്ങോട്ട് വന്നു. മാറി നിന്ന ഭാഗത്തേക്ക് വന്നിട്ട് പിന്നെയും ചോദിച്ചു, ദിർഹമൈൻ, 2 ദിർഹം തരുമോന്ന് വെച്ചു. അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു 2 ദിർഹം എടുത്ത് അദ്ദേഹത്തിന് കൊടുത്തു. 2 ദിർഹം പടച്ചോനെ, മഗ്രിബിന്റെ മുമ്പ് പൊടി കൊണ്ടേ കൊടുക്കണ്ടേ ഭക്ഷണം ഉണ്ടാക്കാൻ? എന്ത് ചെയ്യും? താൽക്കാലിക ആശ്വാസം എന്നുള്ള നിലക്ക് അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു ഒന്ന് തുറന്നു നോക്കിയാലല്ലേ കള്ളി തിരിയുള്ളൂ, പുറം നോക്കിയാൽ കാണൂല, തിരിയൂല എന്നുള്ള നിലക്ക് അപ്പുറത്ത് തന്നെ നല്ലൊരു മരമില്ലുണ്ട്. ഫർണിച്ചറൊക്കെ ഉണ്ടാക്കുന്ന നെയ്സായ പൊടി ഉണ്ടാകുമല്ലോ, അവിടെ മരങ്ങനെ ഈർന്നിട്ടുള്ള പൊടി, അതിൽ നിന്ന് നല്ല മിനുസമുള്ള കുറച്ച് പൊടി എടുത്ത് ഈ കവറിലാക്കി കുറച്ച് നല്ല മിനുസമുള്ള മണ്ണും ചേർത്തു. അങ്ങനെ ഒന്ന് കെട്ടിക്കൂട്ടി ഇങ്ങനെ കൊണ്ടുപോയി. പുറത്തുനിന്ന് നോക്കിയാൽ അത് ഒരു പൊടി തന്നെ, എന്താ ഒരു പൊടിയാണ്. അങ്ങനെ കൊണ്ടുപോയി ഇതവിടെ കൊടുത്തു. ഭാര്യന്റെ കയ്യിൽ കൊടുത്തു. ഭാര്യ പോയി ഇശാക്ക് നിസ്കരിച്ചിട്ട് വരാന്ന് പറഞ്ഞ് സലാം പറഞ്ഞ് നേരം കൊണ്ടുവന്നും ചെയ്തു. പള്ളിയിലേക്ക് വന്നു. അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു ഇശാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുന്നു. ഇനി എന്തായിരിക്കും പടച്ചവനെ പ്രതികരണം? കൊണ്ടുപോയി കൊടുത്ത എന്താ? കൊണ്ടുപോയി കൊടുത്ത് ഈർച്ചമില്ലല്ലോ കുറച്ച് പൊടിയും കുറച്ച് മിനുസമുള്ള കുറച്ച് മണ്ണും. എന്തായിരിക്കും ഹാല്? മഹാനവർകൾ നേരെ വീട്ടിലെത്തുമ്പോ സാധാരണ സ്വീകരിക്കും പോലെ അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലുള്ള സ്വീകരണം അത് തന്നെ കിതാബിൽ വേറെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനവർകൾ മുറ്റത്തെത്തുമ്പോ ഒന്ന് കുരക്കുമ്പോഴേക്ക് ഭാര്യ കതകിന്റെ അടുത്തേക്ക് വന്ന് കതക് തുറക്കും. മർഹബാ അഹ്ലൻ വസഹ്ല എന്ന് സന്തോഷത്തോടെ പറഞ്ഞ് സലാം പറഞ്ഞുകൊണ്ട് മഹാനവർകളെ സ്വീകരിക്കും. എപ്പോഴുള്ള കാഴ്ചയാണ്. അയൽവാസികൾക്കൊക്കെ വലിയ സന്തോഷമാണ്. അവരെ ആ ഒരു സ്നേഹബന്ധം എന്ന് പറയുന്നത്. വീട്ടുമുറ്റത്തെത്തി ഒന്ന് ശബ്ദം അനക്കുമ്പോഴേക്ക് ഭാര്യ വരും. എന്നിട്ട് കതക് തുറന്നു കൊടുക്കും. മർഹബാ അഹ്ലൻ വസഹ്ല എന്ന് പറയും. മഹാനവർകൾ സലാം പറയും. സലാം മടക്കിയിട്ട് വീട്ടിലേക്ക് അങ്ങോട്ട് സന്തോഷപൂർവ്വം കയറും. അന്നും അങ്ങനെ തന്നെ. മാറ്റമൊന്നുമില്ലല്ലോ പഠിച്ചോനെ, സംഗതി മാറ്റമൊന്നുമില്ലല്ലോ. ഞാൻ കൊണ്ടുവന്നു കൊടുത്ത ആ കവറങ്ങാനും അഴിക്കാതെ ഒരു ഭാഗത്ത് വെച്ചോ. മുഖത്തിനും ഭാവത്തിനും മാറ്റല്ല, സംസാരത്തിനും മാറ്റല്ല, നല്ല സ്വീകരണം തന്നെ, പഴയതുപോലെ തന്നെ നല്ല ആവേശം, സന്തോഷം. ഞാൻ എന്റെ വസ്ത്രം മാറ്റി സാധാരണ വസ്ത്രം ധരിച്ചപ്പോൾ എന്നോട് ചോദിച്ചു ഭക്ഷണം എടുക്കുകയില്ലേ എന്ന് ചോദിച്ചു. ഭാര്യ ചോദിക്കാണ് ഭക്ഷണം വിളമ്പല്ലേ? അതേ, ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞു. ഒരുമിച്ചാണ് രണ്ടുപേരും ഭക്ഷണം കഴിക്കാറുള്ളത്. ഭക്ഷണം കഴിക്കില്ലേ എന്ന് പറഞ്ഞു. അതാ പ്ലേറ്റ് നിരത്തി പ്ലേറ്റ് വെച്ചു. നല്ല റൊട്ടി കൊണ്ടുവന്ന് വെക്കുന്നു. റൊട്ടിയിലേക്ക് കൂട്ടാനും ഉണ്ട്. മേശപ്പുറത്ത് ശരിയായ റൊട്ടി കൊണ്ടുവന്ന് വെച്ചു. ആ റൊട്ടിയിലേക്ക് അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു തുറിച്ചു നോക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, റൊട്ടിയാണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. മണ്ണിന്റെ റൊട്ടിയല്ല, സാധാരണ ധാന്യത്തിന്റെ പൊടി, ധാന്യപ്പൊടിയുടെ റൊട്ടി തന്നെയാണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. കുറെ നേരം നോക്കുന്നത് കണ്ടപ്പോ എന്താ നിങ്ങൾ ഇങ്ങനെ നോക്കുന്നത്? ചോദിച്ചു, ഈ പൊടി എവിടുന്നാണ് കിട്ടിയത്? എന്ത് ചോദ്യമാ ഭർത്താവേ നിങ്ങൾ ചോദിക്കുന്നത്? ഇപ്പ മഗ്രിബിന്റെ മുമ്പ് നിങ്ങളല്ലേ കൊണ്ടുവന്നു പോയത്? ആ പൊടി ബാക്കിയുള്ളത് എടുത്ത് കാണിച്ചു കൊടുക്കുന്നു. കവറിലുള്ള പൊടി റബ്ബ് സുബ്ഹാനഹു വ തആല അതിന്റെ കളറും സ്വഭാവവും നിറവും ഒക്കെ മാറ്റിയിട്ട് സാക്ഷാൽ പത്തിരി പൊടിയാക്കി മാറ്റി. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. സുബ്ഹാനഹു വ തആല, റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വിചാരിക്കാത്ത മാർഗ്ഗത്തിലൂടെ അല്ലാഹു തആല റിസ്ക് നൽകും. ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റാ. ഓരോരുത്തർക്കും ഓരോ അളവ് അല്ലാഹു കണക്കാക്കിയിട്ടുണ്ട്, നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒരേ രൂപത്തിലല്ല, ഒരേ ഭാവത്തിലല്ല. അപ്പോഴാണ് അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു ഭാര്യയോട് സംഭവം പറയുന്നത്. പെണ്ണേ, നീ തന്ന 2 ദിർഹം കൊണ്ട് ഞാൻ ഒരു പത്തിരിപ്പൊടിയും വാങ്ങിയിട്ടില്ല, ഞാൻ ഒരു ധാന്യവും വാങ്ങിയിട്ടില്ല. ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്ന് യാചന നടത്തിയപ്പോ അദ്ദേഹത്തിന് 2 ദിർഹം ഞാൻ അങ്ങ് കൊടുത്തു. നിന്നെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയിട്ട്, താൽക്കാലിക ആശ്വാസം എന്ന നിലക്ക്, കണ്ടാൽ കാലിക്കവർ കാണണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അപ്പുറത്തെ മരമില്ലിൽ നിന്ന് കുറച്ച് പൊടിയും വേറെ കുറച്ച് മണ്ണും വാരിക്കൂട്ടിയിട്ട് കെട്ടിക്കൂട്ടി കൊണ്ടുവന്നതാണ്. പക്ഷേ റബ്ബ് സുബ്ഹാനഹു വ തആല കഴിക്കാനുള്ള നല്ല ഭക്ഷണത്തിന് പാകമാർന്ന പൊടിയാക്കി മാറ്റി കൊടുത്തു. ഇമാമുൻ നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ സംഭവം ഉദ്ധരിക്കുന്നത് കാണാം.
ഓ സഹോദരന്മാരെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് ദുനിയാവിൽ അള്ളാഹു തആല ഓഫർ ചെയ്ത ഒരു സംഗതിയാണത്. മയ്യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ. മുത്തഖീങ്ങളായിട്ട് ജീവിക്കുന്നു, അവർക്കൊരു കുറവും വരാനില്ല. എല്ലാ വിഷയത്തിനും അള്ളാഹു അവർക്ക് പരിഹാരം നൽകും. വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ്. അവിചാരിത മാർഗത്തിലൂടെ അള്ളാഹു തആല അവർക്ക് നൽകേണ്ടതൊക്കെ നൽകും. അതെ, അതിന് തഖ്വയാണ് അടിസ്ഥാനം. ആ തഖ്വ വിട്ടേക്കരുത്, മുത്തഖീങ്ങളെ സ്വഭാവത്തിൽ നിന്ന് മാറിപ്പോകരുത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, മുഅ്മിനായ മനുഷ്യന്റെ ഖൗഫ്. ഏത് രൂപത്തിലാണ് മുഅ്മിനായ മനുഷ്യന്റെ ഖൗഫ്? മുഅ്മിനായ മനുഷ്യനിൽ നിന്ന് എന്തെങ്കിലും ഒരു വൈകല്യം സംഭവിച്ചു പോയാൽ, മുഅ്മിനായ മനുഷ്യൻ അതേ ഒരു മലയുടെ താഴ്ഭാഗത്ത്, ഒരു മലയുടെ താഴ്വരയിലാണ് അവൻ ഇരിക്കുന്നത്. ആ മലയുടെ മുകളിൽ ഒരു പാറക്കല്ല്, വീഴാൻ പറ്റുന്ന പരുവത്തിൽ ഒരു പാറക്കല്ലുണ്ട്. ആ പാറക്കല്ല് എന്റെ മേൽ വീണേക്കുമോ എന്ന ഒരു പേടിയോടെ മലയുടെ അടിയിൽ കഴിയുന്നവനെ പോലെയാണ്. അവന് ദോഷം ഒരു വിഷയമേ അല്ല, ഒരു വിഷയമേ അല്ല. അവന്റെ മനസ്സിൽ അതൊരു പ്രയാസമേ അല്ല. ഒരു ഈച്ചയെ കയ്യിന്റെ വിരലുകൊണ്ട് പറത്തിക്കും പോലെയാണ് വൈകല്യങ്ങൾ അവൻ കാണുന്നത്. മുഅ്മിനായ മനുഷ്യന്റെ ഖൗഫ്, മുത്തഖീങ്ങളുടെ ഖൗഫ് അങ്ങനെയാണ്. ഓ സഹോദരങ്ങളെ, ആ മുത്തഖീങ്ങൾക്ക്, നല്ല സൂക്ഷ്മതയോടെ ജീവിക്കുന്ന മുത്തഖീങ്ങൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുപാട് അടയാളങ്ങൾ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നും വിശദീകരിക്കാൻ നമ്മുടെ സമയം പര്യാപ്തമല്ല. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം കഴിവിന്റെ പരമാവധി നമ്മൾ സൂക്ഷിച്ചെടുക്കണം. അല്ലാഹുവും അവന്റെ റസൂലും പറഞ്ഞ കൽപ്പനകൾ ജീവിതാവസാനം വരെ പാലിക്കാനുള്ള കഴിവ്, അതാണ് ഏറ്റവും വലിയ തഖ്വ എന്ന് പറയുന്നത്. അവസരങ്ങൾക്കനുസരിച്ച് മാറാതെ, എത്ര പുരോഗതികളും എത്ര സന്തോഷങ്ങളും വന്നാലും മാറാതെ അടിയുറച്ച് തന്നെ സൂക്ഷ്മതയിൽ മുന്നോട്ട് പോകുന്ന ഒരു സമ്പ്രദായമില്ലേ, അതാണ് ഏറ്റവും വലിയ തഖ്വയുടെ വിശുദ്ധി. ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി സൗദ റളിയല്ലാഹു അൻഹാ ജീവിതത്തിൽ കാണിച്ച സൂക്ഷ്മത പോലെ, ഉമ്മമാരെ, എത്ര സൗകര്യങ്ങൾ മുത്തുനബി തങ്ങൾക്ക് ശേഷം വന്നിട്ട്, എത്ര സംവിധാനങ്ങൾ അധികരിച്ചു വന്നിട്ടും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കൽപ്പനയിൽ നിന്ന് അണു അളവ് മാറാതെ വഫാത്തിന്റെ സമയം വരെ കൊണ്ടു നടന്ന ശൈലിയില്ലേ, അതാണ് തഖ്വ. ആ തഖ്വക്കാണ് ഏറ്റവും വലിയ സ്ഥാനവും ബഹുമാനവും ഉള്ളത്. ആഖിറത്തിൽ കാണുമ്പോൾ, ആഖിറത്തിൽ ചിന്തിച്ചാൽ പേടിപ്പെടുത്തുന്ന സംഗതികൾ ദുനിയാവിൽ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളാണല്ലേ മുത്തഖി. എന്നതിനെ പറ്റി ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മുത്തഖി എന്ന് പറഞ്ഞാൽ ആരാണ്? മൻ യഖീ നഫ്സഹു അമ്മാ യദുറുഹു ഫിൽ ആഖിറ. മൻ യഖീ നഫ്സഹു, സ്വന്തം ശരീരത്തെ കാത്തു സൂക്ഷിക്കുന്നവൻ, അമ്മാ യദുറുഹു ഫിൽ ആഖിറ, പരലോകത്ത് ബുദ്ധിമുട്ടാക്കുന്ന സംഗതികൾ എന്തെല്ലാം ഉണ്ടോ ആ വിഷയങ്ങളിൽ നിന്നൊക്കെ സ്വന്തം ശരീരത്തെ കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്നവനാണ് യഥാർത്ഥ മുത്തഖി. പരലോകത്ത് ആ സംഗതി നമുക്ക് പ്രതികൂലമാകും, നമുക്കത് ശിക്ഷയ്ക്ക് കാരണമാകും. നമ്മുടെ മുന്നിൽ അത് ചോദ്യം ചെയ്താൽ നമ്മൾ വഷളായി പോകും, നമ്മൾ കുടുങ്ങിപ്പോകും. അത്തരത്തിലുള്ള ഏതേത് കാര്യങ്ങളുണ്ടോ, ചെറുതാകട്ടെ വലുതാകട്ടെ, അത് കാത്തു സൂക്ഷിച്ച് ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മെ പറ്റി ഒരു മുത്തഖി എന്ന് പറയുന്നത്. എത്രയാണ് തഖ്വ സ്വീകരിക്കേണ്ടത്? ഫത്തഖുല്ലാഹ മസ്തതഅതും. അല്ലാഹു തആല നമുക്കതിന്റെ അളവ് പറഞ്ഞു തന്നത് അങ്ങനെയാണ്. നിങ്ങൾക്ക് സാധിക്കുന്നതിന്റെ പരമാവധി തഖ്വ ചെയ്യണം. അപ്പൊ അതിന്റെ ഒരു അളവുണ്ടാവും. ആ അളവ് ഇല്ലാന്ന് പറയാൻ കഴിയൂല. നമ്മുടെ സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ വെച്ചിട്ട് അല്ലാഹു തആല പറയും, നിനക്ക് കഴിഞ്ഞിരുന്നു, പക്ഷെ നീ വേണ്ടാന്ന് വെച്ചതാണ്. നിന്നെ കൊണ്ട് കഴിഞ്ഞിരുന്നു അങ്ങനെ മുത്തഖിയായി ജീവിക്കാൻ, പക്ഷേ നീ അത് വേണ്ടാന്ന് വെച്ചപ്പോൾ നിന്റെ ജീവിതം താറുമാറായി, പല ഭാഗത്തേക്കും പോയി. തഖ്വയിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോകാൻ നിനക്ക് കഴിഞ്ഞില്ല. നിനക്ക് സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു, സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു, അവസരങ്ങൾ ഉണ്ടായിരുന്നു, മുത്തഖിയായി ജീവിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും അല്ലാഹു തആല തന്നിരുന്നു. പക്ഷെ നീ ആയിട്ടത് വേണ്ടാന്ന് വെച്ചു. വേണ്ടാന്ന് വെക്കാനുള്ള കാരണം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ, സാധാരണ ഒരു മനുഷ്യന്റെ പരാജയത്തിലേക്ക് നയിക്കുന്ന വിഷയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണി പറഞ്ഞു. സലാസുൻ ഹുന്ന മുഹ്ലികാത്ത്, 3 കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ പരാജയത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ്. ആ 3 എണ്ണവും ഒഴിവാക്കേണ്ടതാണ്. വസലാസുൻ മുൻജിയാത്ത്, 3 കാര്യങ്ങൾ മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അതേ മനുഷ്യനെ നശിപ്പിക്കുന്ന 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞപ്പോ തങ്ങൾ എണ്ണി പറഞ്ഞു, ശുഹ്റുൻ മുതാഅ്, വിധേയപ്പെടുന്ന രീതിയിലുള്ള പിശുക്ക്. പലതിലുണ്ട് പിശുക്ക്. പിശുക്ക് എന്ന് പറഞ്ഞാൽ സമ്പത്തിൽ മാത്രമുള്ള പിശുക്കല്ല, പിന്നെ വിവാദത്തിൽ ആരോഗ്യവും സൗകര്യവും സംവിധാനം ഒക്കെ ഉണ്ടായാലും പിശുക്ക് അല്ലേ? നിങ്ങൾ നോക്ക്, ജുമുഅ നിസ്കാരം കഴിഞ്ഞാൽ സുന്നത്ത് നിസ്കരിക്കാൻ എത്ര ആളുണ്ടാവും? ആരോഗ്യമില്ലാത്തോണ്ടാ, ഒഴിവില്ലാത്തോണ്ടാ, കഴിവില്ലാത്തോണ്ടാ നമ്മൾ പിശുക്ക്.
ഇനി സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ ഒരു അത്തഹിയാത്തൊക്കെ ചൊല്ലിയിട്ട് ഒരു സ്വലാത്തൊക്കെ ഒന്ന് ചൊല്ലിയിട്ട് ഒന്ന് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ എന്നൊരു ആലിന്റെ പേരിലുള്ള സ്വലാത്തല്ല നമുക്ക് പിശുക്ക്. ഇതാ റമളാൻ വരാൻ പോകുന്നു. റമളാനില് മുമ്പൊരാളോട് ചോദിച്ച പോലെ കഴിഞ്ഞ റമളാനിൽ ഏതെങ്കിലും തറാവീഹിന്റെ ഈ 2 റക്അത്തിൽ ഏതെങ്കിലും റക്അത്തിൽ വജ്ജത്ത് ഓതിയെന്ന് വെച്ചപ്പോ വജ്ജത്ത് ഓതാനും നേരം കിട്ടിയില്ല എന്ന് പറഞ്ഞു. വജ്ജത്തുമില്ല, ഹൗദുമില്ല, ബിസ്മി തൊട്ട് ആമീൻ വരെയുള്ള ഒരു ചെറിയ ഫാത്തിഹ. ആ ഫാത്തിഹ എങ്ങനെങ്കിലൊക്കെ തീർന്ന് റെഡി ആയപ്പോഴേക്ക് റുക്കുവിലെത്തി. റുക്കു വന്ന് കിട്ടി റെഡി ആയപ്പോഴേക്ക് ഇത്തിദാലും സുജൂദൊക്കെ അങ്ങനെ വരിയായി വന്നു. അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തുൽ ഇല്ലാ എന്ന് പറഞ്ഞപ്പോഴേക്ക് അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാളും അത്തഹിയാത്തൊക്കെ ഇമാം ഏറ്റെടുത്തോണ്ട് ഇയാളും വീട്ടിൽ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി. ഇമാം അത്തഹിയാത്തൊന്നും ഏറ്റെടുക്കൂല. അത്തഹിയാത്ത് ഓതേണ്ട പോലെ ഓതണം. അതിലെന്തൊരു പിശുക്കാണ്. ഒരു കാമിലായ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കാൻ കിട്ടുന്നോ നമ്മളെ? ഇല്ല. ജനാസ നിസ്കാരത്തിൽ ഇമാമത്ത് നിൽക്കുന്ന ഒരാള് ഔദ് ഓതിയപ്പോ ഒരാൾ ബാക്കിൽ നിന്ന് ഭയങ്കര ചർച്ചയാക്കി. മയ്യത്ത് നിസ്കാരത്തിൽ ഏറ്റവും പെട്ടെന്ന് നിസ്കരിച്ചാണ് പെട്ടെന്ന് സംഗതി സലാമത്താക്കേണ്ടടുത്ത് ഔദ് ഓതാണോ? ഔദ് ഓതൊരു സുന്നത്താണ്. വജ്ജത്ത് മയ്യത്ത് നിസ്കാരത്തിൽ ഇല്ല. ഔദ് സുന്നത്തുണ്ട്. ആ സുന്നത്ത് ഒഴിവാക്കാൻ വേണ്ടത്. അപ്പൊ ഇമാമ പറഞ്ഞു ഔദ് മാത്രല്ല സുന്നത്ത്, രണ്ടാമത്തെ തക്ബീറിന് ശേഷം അല്ലാഹുമ്മഗ്ഫിർ ലഹു വർഹംഹു എന്ന് പറഞ്ഞാൽ നീണ്ട ദുആ അത് നടത്തുന്നതിന് മുമ്പ് ഒരു സ്വലുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്ന് ഹംദ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്വലാത്ത്. ഈ സ്വലാത്ത് ചെല്ലുന്നതിന്റെ മുമ്പ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നൊരു ഹംദ് എല്ലാവരും സുന്നത്തുണ്ട്. ആ സ്വലാത്ത് ചൊല്ലുമ്പോ തന്നെ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം സലാമും കൂട്ടി പറയൽ സുന്നത്തുണ്ട്. മയ്യത്ത് നിസ്കാരത്തിന്റെ സ്വലാത്തിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്നല്ല, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം സലാമും കൂട്ടി ചെല്ലൽ. ആ സ്വലാത്ത് കഴിഞ്ഞാലോ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്നൊരു ചെറിയ ദുആ, വിശാലാർത്ഥമുള്ള ചെറിയൊരു ദുആ സ്വലാത്തിന്റെ ശേഷം ദുആർക്കൽ സുന്നത്ത്. ഈ സുന്നത്തുകളൊക്കെ പാലിച്ച് നിസ്കരിക്കുന്ന മയ്യത്ത് നിസ്കാരത്തിനല്ലേ കൂടുതൽ മഹത്വം സ്വീകാര്യത ഉണ്ടാകുക. വേഗം കൊണ്ട് തടി സലാമത്താക്കിയാൽ മതി. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹു അക്ബർ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു മതിയാ. ഇയാൾ എങ്ങനെങ്കിലും വേഗം കൊണ്ടുപോയിക്കണം എന്നല്ല. പൂർണ്ണാർത്ഥത്തിൽ നിർവഹിക്കേണ്ടതാണ് സുന്നത്ത് എന്ന് പറഞ്ഞത്. അത് പിശുക്കാൻ പാടില്ല. ഹസ്സിനൂ നവാഫിലക്കും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിങ്ങൾ നിർവഹിക്കുന്ന സുന്നത്തുകളെ ഭംഗിയാക്കി നിർവഹിക്കണം. ഫബിഹാ തുക്മലു ഫറായിദുക്കും, നിങ്ങളെ ഫർളുകൾക്കുള്ള പൂർത്തീകരണം നൽകപ്പെടുന്നത് സുന്നത്ത് കൊണ്ടാണ്. അതിന് സുന്നത്തായിട്ടില്ലെങ്കിൽ പിന്നെ അത് പൂരിപ്പിക്കാൻ പറ്റുമോ? ഫർളിന്റെ വീഴ്ച പരിഹരിക്കാനുള്ളതാണ് സുന്നത്ത്. സുന്നത്തിന്റെ വീഴ്ചകൾ ഇത്രയും നിറഞ്ഞതാണെങ്കിൽ സുന്നത്ത് നല്ല ശ്രദ്ധയോടെ ചെയ്യണം. പിശുക്കരുത്. ശുഹ്റുൻ മുതാഅ്, വിധേയപ്പെടുന്ന തരത്തിലുള്ള പിശുക്ക് മനുഷ്യനെ നശിപ്പിക്കുന്ന ഒന്നാണ്. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അവൻ മുത്തബഅ്, പിന്തുടരപ്പെടുന്ന ഇച്ഛ, മനസ്സിൽ തോന്നുന്ന ഇച്ഛ ശരിയാണോ അല്ലേ എന്നൊരു വിലയിരുത്തണം. ദീന് അനുകൂലമായി തരുന്നതാണോ അല്ലേ എന്ന് നോക്കണം. ദീന് അനുകൂലം പറയുന്നതാണെങ്കിൽ നമ്മളത് എടുക്കണം, നിർവഹിക്കണം. അല്ലേ ദീന് എതിർക്കുന്നതാണോ എന്നാൽ 2 കൈയും വെച്ചത് വിട്ടേക്കണം. അത് വേണ്ടാന്ന് തീരുമാനിക്കണം. മനസ്സിന്റെ താല്പര്യം അങ്ങോട്ട് കളയണം. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നുന്നുണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറയുന്നില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരുപാട് ഉദാഹരണങ്ങളെ കിടക്കേണ്ടി വരും. ഒരു ഉദാഹരണം പറയുന്നില്ല. കല്യാണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾക്ക് പല ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ ഏത് ആഗ്രഹവും നിന്റെ മനസ്സിൽ മുളച്ചു പൊന്തുമ്പോ നീ ആദ്യം ചിന്തിക്കണം, ശരീഅത്ത് അനുവദിച്ചതാണോ അല്ലേ. അത് ശർഇന്റെ മീസാൻ വെച്ചുകൊണ്ട് നീ തൂക്കണം. ശരീഅത്ത് അനുവദിച്ചതല്ല എന്നാണോ നിനക്ക് ബോധ്യമാകുന്നത്, എന്നാൽ അതിനെ വലിച്ചെറിഞ്ഞേക്കണം. ആ ഹവ വേണ്ട, ആ ഇച്ഛ വേണ്ട. അതിനോട് പിന്തുടർന്നു പോയാൽ വരുന്നത് നാശമാണ്. മൂന്നാമതായി തങ്ങൾ പറഞ്ഞു, ഇജാബുൽ മർഇ ബിനഫ്സിഹി, സ്വയം ഒരാൾക്ക് അവൻ വലുപ്പമുള്ള ആളാണ്, വലിയ ആളാണ്, തിരക്കേടില്ലാത്ത ആളാണ് എന്ന് തോന്നിപ്പോകുക. നഊദു ബില്ലാഹ്. മുത്തഖീങ്ങൾക്ക് അങ്ങനെ തോന്നാൻ അവസരമില്ല. മുത്തഖീങ്ങൾക്ക് ഉണ്ടാകുന്ന സ്വഭാവങ്ങളിൽ ഏറ്റവും നല്ലൊരു സ്വഭാവമാണ് തവാദുഅ്. തവാദുഅ് എന്ന് പറഞ്ഞാൽ, പടച്ചോനെ ഞാൻ നിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ചെറിയ ആളാണ്, നീ എനിക്ക് തന്ന കഴിവ് വലിയ കഴിവാണ്, പക്ഷേ നിന്റെ സൃഷ്ടികളിൽ എന്നെക്കാളും കഴിവുള്ള ധാരാളം ആളുകളുണ്ട്, സ്ഥാനമാനങ്ങളും ഉള്ളവരുണ്ട്, വൈകല്യം നിറഞ്ഞവനാണ്. തവാദുഇന്റെ വിനയത്തിന്റെ ചിന്തയാണല്ലോ മുത്തഖീങ്ങളുടെ സ്വഭാവത്തിൽ പ്രധാനമായും ഉള്ളത്. ഇന്നത്തവാദുഅ മിൻ ഖിസാലിൽ മുത്തഖി വബിഹി തഖിയു ഇലൽ മഅലി യർതഖി. വിനയം എന്ന് പറയുന്നത് അത് മുത്തഖീങ്ങൾക്കുള്ള സ്വഭാവങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. തഖ്വയുള്ള മനുഷ്യൻ ഉയരങ്ങളിലേക്ക് കയറുന്നത്, ഉയരങ്ങളിലേക്ക് ഉയരുന്നത് അത് തവാദുഅ് കൊണ്ടാണ് എന്ന് മഹാന്മാര് പഠിപ്പിച്ചില്ലേ. ആ തവാദുഅ് ആണ് ജീവിതത്തിൽ സ്വീകരിക്കേണ്ടത്. ഞാൻ വലിയ ആളാണ് എന്നുള്ള ചിന്ത ആദ്യം വന്നത് ഇബ്ലീസിനാണ്. അതുകൊണ്ടല്ലേ അവൻ ആദ്യമായിട്ട് അനാനിയത്ത് പറഞ്ഞത്. അന ഖൈറും മിൻഹു ഖലഖതനി മിൻ നാരിൻ വഖലഖതഹു മിൻ തീൻ. ഞാനാണ് ആദം അലൈഹിസ്സലാമിനെക്കാളും ഉത്തമൻ ഞാനാണ്.
ഞാനാണ്, എനിക്കാണ് മഹത്വമുള്ളത് എന്നല്ലേ അവൻ ആദ്യം പറഞ്ഞത്. അവനെ പൊക്കിയായിട്ടവൻ മാറിയപ്പോ എല്ലാ അർത്ഥത്തിലും അവൻ ശപിക്കപ്പെട്ടവനായി. ചെറിയ ഒരു ശാപമല്ല അവന് കിട്ടിയത്. മരിച്ചാലും തീരാത്ത ലാനത്താണ് ഇബ്ലീസിന് അല്ലാഹു ലാനത്ത് ചെയ്തത്. ഒന്നാമത്തെ ഊത്തോടുകൂടെ ഇബ്ലീസും മരിക്കും. പക്ഷെ ലാനത്ത് തീരുന്നില്ല. ലാനത്ത് ഏതുവരെയാണ്? ഇലാ യൗമിദ്ദീൻ, പുനരുദ്ധാരണ ദിവസം വരെ അല്ലാഹുവിന്റെ ലാനത്തുണ്ട്. മരിച്ചിട്ടും തീരുന്നില്ല. ഓൻ പുനർജനിക്കുമ്പോൾ അല്ലാഹുവിന്റെ ലാനത്ത് കിട്ടും. അത്രയും വലിയ ലാനത്താണ് ഓന്റെ ആ തന്നെ പൊക്കിക്കൊണ്ട് കിട്ടിയത്. ആ ഉൾനാട്യം, ആ അഹംഭാവം വേണ്ട. ഇത് മൂന്നും നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ്. രക്ഷപ്പെടുത്തുന്ന 3 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എണ്ണി പറഞ്ഞു. ഫൽ അദ്ലു ഫിൽ റിളാ വൽ ഗളബ്. തൃപ്തി വരുന്ന സമയത്താണെങ്കിലും കോപം വരുന്ന സമയത്താണെങ്കിലും ശരിയായ വർത്തമാനം പറയാം. അത് രക്ഷപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ദേഷ്യം പിടിക്കുമ്പോഴാണെങ്കിലും ഓൻ പറഞ്ഞ് കറക്റ്റേ പറഞ്ഞിട്ടുള്ളൂ, അപ്പുറൊന്നും പരിധി വിട്ട് പറഞ്ഞിട്ടില്ല. തൃപ്തിയുള്ള സംഗതിയാണെങ്കിലും അപ്പോഴും ഓവറാക്കി പറഞ്ഞിട്ടില്ല, ഭാഗത്തിനെ പറഞ്ഞിട്ടുള്ളൂ. ദാരിദ്ര്യത്തിലും സമ്പാദ്യത്തിന്റെ സമയത്തും മിതമായ രൂപത്തിലുള്ള ചെലവ് ചെയ്യല് അത് മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന സ്വഭാവമാണ്. മിതമായ നിലക്കുള്ള ചെലവ് ചെയ്യുന്ന സ്വഭാവം. അല്ലാഹു തആല അവനങ്ങ് ഐശ്വര്യം ഏറെ കൊടുത്തപ്പോ കയ്യും കണക്കുമില്ലാത്ത രീതിയിൽ പ്രൗഢി നടിച്ചുകൊണ്ട് ചെലവഴിച്ച ആളല്ലേ ഖാറൂൻ. പരിധി വിട്ട് ചെലവഴിച്ചപ്പോ, അത്യാവശ്യത്തിനുള്ളതിലേക്കൊന്നും ഒന്നും കൊടുക്കാതെ അഹങ്കരിച്ച് ചെലവഴിച്ചപ്പോ അവനെയും അവന്റെ കൊട്ടാരത്തെയും അല്ലാഹു തആല ഭൂമിയിലേക്ക് താഴ്ത്തി കളഞ്ഞില്ലേ? അവന്റെ സമ്പത്ത് കൊണ്ട് ആർക്കെങ്കിലും ഒരാൾക്കൊരു ഉപകാരം വരണ്ടാന്ന് കരുതിയിട്ട് കോടിക്കണക്കിന് സൂക്ഷിച്ച കൊട്ടാരത്തെയും ഭൂമിയിലേക്ക് അല്ലാഹു ആഴ്ത്തിയില്ലേ? ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അല്ലാഹ്. ദാരിദ്ര്യ സമയത്തും ഐശ്വര്യ സമയത്തും മിതമായ രീതിയിലുള്ള ചെലവ് ചെയ്യൽ. വിശദീകരിക്കാനുണ്ട്, സമയം മതിയാകൂല. വഖശിയത്തുല്ലാഹി അസ്സ വജല്ല ഫിസ്സിരി വൽ അലാനിയ. രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുക. അതൊരു മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന 3 വിഷയങ്ങൾ എണ്ണിപ്പറഞ്ഞപ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിപ്പറഞ്ഞ 3ാമത്തെ കാര്യമാണ് ഖശിയത്തുല്ലാഹി ഫിസ്സിരി വൽ അലാനിയ. സ്വകാര്യത്തിലും അതുപോലെ തന്നെ ഒറ്റക്കാണെങ്കിലും പരസ്യമായിട്ടാണെങ്കിലും പടച്ചവനെ പേടിക്കുക. അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഇതൊക്കെ പാലിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ അല്ലാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. മുത്തഖീങ്ങളിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു സവാജിറിൽ കൊണ്ടുവന്ന ഒരു സംഭവം, ചെറിയ ഒരു സംഭവം ബർക്കത്തിന് വേണ്ടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് നല്ല സദസ്സായി അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നല്ല റാഹത്തുള്ള സമയമാണ്. നല്ല മഴയൊക്കെ കിട്ടിയില്ലേ അല്ലേ? ഒരു തരി പോലും ചൂടില്ല. എന്തൊരു സന്തോഷം. മറ്റേ ചൂട് കൂടുതലാണ്, അവിടെയൊക്കെ ഫാൻ ഫിറ്റ് ചെയ്യണം, ഒന്നും ആവശ്യമില്ല. നല്ല റാഹത്ത്, നല്ല കുളിർമുള്ള സമയം അല്ലേ? മഴ പെയ്തിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടല്ലോ? ഇല്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. അല്ലാഹു തആല നമുക്ക് അനുകൂലമായ അവസ്ഥയിലാക്കി തരട്ടെ. നിങ്ങൾ നോക്ക്, അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു പറയാണ്, സ്വഹാബിമാരിൽ ഒരു മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു. മഹാനവർകൾ പറയുന്നു, ഞാൻ മഖ്ബറയുടെ അടുത്തുകൂടെ പോകുമ്പോ, മഖ്ബറയുടെ അടുത്തുകൂടെ, ഒരു ഖബർസ്ഥാന്റെ അടുത്തുകൂടെ പോകുമ്പോ ഒരു ഖബറിൽ നിന്നൊരു മനുഷ്യനെ പുറത്തേക്ക് വലിച്ചിട്ടുന്നു. ആ മനുഷ്യന്റെ ശരീരത്തിൽ മുഴുവനും അതാ ചെങ്ങല ചുറ്റിക്കളഞ്ഞിട്ടുണ്ട്. ചെങ്ങലയിൽ ബന്ധിതനായ ഈ മനുഷ്യനെ അതാ ഉള്ളിലേക്ക് വീണ്ടും വീണ്ടും വലിച്ചു കൊണ്ടുപോകുന്നു. പിന്നാലെ നിന്നിട്ടൊരാൾ വലിക്കുന്നുണ്ട്. രക്ഷപ്പെടാൻ വേണ്ടി പുറത്തേക്ക് വന്ന ഈ മനുഷ്യൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഖബറിലേക്ക് തന്നെ വീണ്ടും അദ്ദേഹത്തെ വലിച്ചേച്ച് കൊണ്ടുപോയി. ആ മനുഷ്യനെ അടിക്കുന്ന ശബ്ദം പുറത്ത് വെച്ച് ഞാൻ കേൾക്കുന്നുണ്ട്. ആ മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, അലം അകുൻ ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നവനായിരുന്നില്ലയോ? അലം അകുൻ അഗ്തസിലു മിനൽ ജനാബ, ഞാൻ ജനാബത്തിൽ നിന്ന് കുളിക്കാറുണ്ടല്ലോ, കുളിക്കുന്നവനായിട്ടില്ലേ? അലം അകുൻ നസൂമു, ഞാൻ നോമ്പ് നോൽക്കുന്നവനായിട്ടില്ലേ? ജീവിതത്തിൽ ചെയ്ത സുഹൃതങ്ങൾ ഓരോന്നും ഓരോന്നും എണ്ണി 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 പറയുന്നു. പക്ഷേ അപ്പുറത്ത് അടിക്കുന്ന ആളെ മറുപടി, ബലാ, അതെ, നീ നിസ്കരിച്ചിരുന്നു, നോമ്പ് നോറ്റിരുന്നു, പലതും ചെയ്തിരുന്നു. പക്ഷേ വലാകിന്നക കുന്ത ഇദാ ഖലൗത ബിൽ മആസി ലം തുറാഖിബില്ലാഹ തആല, ഒറ്റക്ക് ദോഷം ചെയ്യുന്ന സമയത്ത് അല്ലാഹു നിന്നെ നോക്കുന്നുണ്ട് എന്നൊരു ചിന്ത, അല്ലാഹു നിന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്നൊരു ചിന്ത നിനക്ക് വന്നില്ലല്ലോ. ഒറ്റക്ക് ദോഷം ചെയ്യുന്നത്, അതേ മുഅ്മിനീങ്ങളെ, ഓരോ റൂമിലും ഇപ്പൊ ഏതാ ഒറ്റക്ക് ഉപകരണങ്ങളെയും സമീപിച്ച് ദോഷം ചെയ്യുന്ന ആളുകൾ എത്ര അധികമാണെന്നറിയുമോ? അന്തിപ്പാതിര നേരം വരെ, 2 മണി 3 മണി സമയം വരെ ഉപകരണങ്ങളിലൂടെ ചാറ്റിംഗ് നടത്തി, അന്യപെണ്ണിന്റെ ശരീരങ്ങൾ കണ്ട് അന്യപെണ്ണുങ്ങളോട് സംസാരിച്ച് ജീവിതത്തിൽ അതൊരു ഹോബിയാണെന്ന് മനസ്സിലാക്കി തികഞ്ഞ ഹറാമുമായി കഴിഞ്ഞുകൂടുന്നു.
കൂടുന്നവര് ശരിക്കൊന്ന് ആലോചിക്കണേ. അതേ രൂപത്തിലുള്ള ഓരോ സന്ദർഭത്തിലും അള്ളാഹുവിന്റെ നിരീക്ഷണമുണ്ട്. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. അള്ളാഹു എപ്പോഴും നിരീക്ഷിക്കുന്നവനാണ്. ഒരു സമയവും അതിന് ഒഴിവില്ലല്ലോ, ഒരു സ്ഥലവും അതിന് ഒഴിവില്ലല്ലോ. ആ ഒരു നിലക്കുള്ള നല്ലൊരു ചിന്ത മുത്തഖീങ്ങളുടെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കേണ്ട ചിന്തയാണ്. ആ നിലക്ക് ചിന്തിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ചെറിയ രൂപത്തിൽ ഒന്ന് ഉപദേശിച്ച് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്‌ലിസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നല്ല സദസ്സായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.